ഈ മാസം ദിസ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇവിടെ ഇപ്പോൾ ശാരീരികമായി സന്നിഹിതരായിരിക്കുന്ന സകലരെയും എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും ലോകമെമ്പാടും ഇതോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും ജൂൺ മാസത്തിൽ കർത്താവ് സകല നിലകളിലും ഉറപ്പിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചരിത്രത്തെ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അനേകായിരങ്ങൾ വിശ്വാസത്താൽ സ്പർശിക്കപ്പെട്ടു. പലരും വിശ്വാസ ജീവിതത്തിന് വേണ്ടി കാലുകൾ എടുത്തു വെച്ചു. എന്നാൽ ഇന്ന് പലരും ഇല്ല, വിശ്വാസ ജീവിതത്തിലില്ല. ദൈവകൃപയാൽ ഇവിടെ നിൽക്കുന്നവരൊക്കെ നിലനിൽക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. വീഴാനുള്ള സാധ്യതകളുണ്ട്. അവസാനം വരെയും നമ്മൾ കൊണ്ടുപോയി ആ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്നിട്ടാണ് അവിടെ പറയുന്നത്, ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ പറയാറുള്ളത്, നോട്ടം മാറിയാൽ ഓട്ടം മാറും. ആരെയാണ് നോക്കുന്നത്? ജീസസ് ഈസ് ദ ഫിനിഷർ. അവൻ പൂർത്തീകരിച്ചവനാണ്. അവനെ നോക്കിയാൽ സ്ഥിരതയോടെ ഓട്ടമോടാൻ കർത്താവ് സഹായിക്കും. ദൈവരാജ്യത്തിൽ അവധിയില്ല, ദൈവരാജ്യത്തിൽ പണിമുടക്കില്ല, ദൈവരാജ്യത്തിൽ ഹർത്താലില്ല, ദൈവരാജ്യത്തിൽ ബന്ദില്ല, ദൈവരാജ്യത്തിൽ ഖൊരാവോ ഇല്ല, ദൈവരാജ്യത്തിൽ ധർണയില്ല. എല്ലാം സ്റ്റഡിയാണ്. നമ്മുടെ ഈ മാസത്തെ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രൊജക്ഷൻ റെഡിയാണോ? എല്ലാവരും ഒന്ന് ചേർന്ന് പറയാമോ? ജൂൺ മാസം, ഉറക്കെ പറഞ്ഞ, ജൂൺ മാസം അസാധാരണമായി സ്ഥാപിക്കുന്ന ഒരു മാസമാണ്. ഹല്ലേലൂയ. ഒന്ന് ശരിയാകുമ്പോൾ പറയണേ. പ്രാർത്ഥിക്കുക. ശരിയായ സഹിത്ത് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രൊജക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക, കമ്പ്യൂട്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക, സോഫ്റ്റ്വെയറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അസാധാരണമായി സ്ഥാപിക്കുന്ന മാസമാണ്. അതിൻ്റെ പ്രഖ്യാപനം വരുമോ എന്ന് നോക്ക്. വന്നിട്ടുണ്ട്. ഈ മാസം ശക്തിയിൽ ഉറപ്പിക്കുന്നു. ഒരു മിനിറ്റ് തത്തയെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അത് അങ്ങനെ തന്നെ പറയും. ഇപ്പോൾ ഈ പരമപിതാവിന് സ്തോത്രം ചെയ്യാന്നുള്ള പാട്ട് ഒരു തത്തയെ പഠിപ്പിച്ചു കൊടുത്താൽ അത് പാടിക്കോളും. അങ്ങനെയാകരുത്. ഹൃദയത്തിൽ നിന്നും ഉറച്ച് പ്രഖ്യാപനമായി ഇത് പറയണം. അത് റെഡി? ഇങ്ങനെ ഒന്ന് പിടിച്ചേ, എന്നിട്ട് പറ. ഈ മാസം കർത്താവ് എന്നെ ശക്തിയിൽ ഉറപ്പിക്കുന്നു. എന്റെ വേരുകൾ ദൈവവചനത്തിലേക്ക് ആഴത്തിൽ പോകുന്നു. എന്റെ വിശ്വാസം ജീവിതത്തിന്റെ ഓരോ സീസണിലും ഉറച്ചു നിൽക്കുന്നു. സാഹചര്യങ്ങളാൽ ഞാൻ കുലുങ്ങുകയില്ല. ഞാൻ ക്രിസ്തുവിൽ വേരൂന്നിവനും അടിസ്ഥാനപ്പെട്ടവനുമാണ്. ഞാൻ ആത്മീയ പക്വതയിലും ജ്ഞാനത്തിലും വളരുന്നു. ഞാൻ കർത്താവിൽ പതറാത്തവനും കുലുങ്ങാത്തവനുമാണ്. ഈ മാസത്തേക്ക് നമുക്കൊരു തീം വേഴ്സ് ഉണ്ട്. 92-ാം സങ്കീർത്തനം 12-13 വചനങ്ങളാണ്. ചേർന്ന് വായിക്കാം. നീതിമാൻ പനപോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. പറഞ്ഞ അത് ഞാനാണെന്ന് പറ. അത് ഞാനാണ്. വിശ്വാസമുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ദേവാലയം പണിയാൻ വേണ്ടി അവിടെ നിന്നാണ് മരം വെട്ടിക്കൊണ്ടുവന്നത് ദേവദാരു, ലെബനോനിൽ നിന്ന്. ലെബനോൻ എന്ന രാജ്യം ഇന്നുണ്ട്. അവിടുത്തെ ദേവദാരു എന്ന് പറയുന്നത് ഫേർണിച്ചർ ഉണ്ടാക്കാൻ, ഉരുപ്പടികൾ ഉണ്ടാക്കാൻ, കെട്ടിടം പണിയാനൊക്കെ അന്ന് ഏറ്റവും സൂപ്പർ, വേൾഡിലെ ടോപ്പായിരുന്നു. അതുപോലെയാണെന്നൊരു ദൈവ പൈതൽ
അതിന് കാരണം അവിടെ കണ്ടോ, പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. നടുതലയായവർ എന്ന് പറഞ്ഞ തലയല്ല, പ്ലാന്റഡ് എന്നാണ് അർത്ഥം, നടപ്പെട്ടവർ. സഭയ്ക്കകത്ത്, ദേവാലയത്തിനകത്ത് ദൈവം നട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? പ്രാകാരങ്ങളിൽ തഴയ്ക്കും, അതിനകത്ത് പുഷ്ടിയോടുകൂടെ നിൽക്കും. അതിനുശേഷം പറയുന്നത് പ്രായമായാലും വാർദ്ധക്യത്തിൽ പോലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ വിരോധമില്ലെങ്കിൽ പറയാം, നിന്റെ ശുശ്രൂഷ വാർദ്ധക്യത്തിൽ മങ്ങിപ്പോവുകയില്ല. എല്ലാവരുടെയും ഗ്രാഫ് താഴ്ത്തോട്ട് വരുമ്പോൾ പ്രായം കൂടുന്തോറും ശുശ്രൂഷ, അഭിഷേകം, വിശ്വാസം, കരുത്ത് മുകളിലോട്ട് കയറും. ഹല്ലേലൂയ. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു എയർക്രാഫ്റ്റ് പോലെയല്ല ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, റോക്കറ്റ് പോലെയാണ്. എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോയിട്ട് പിന്നെ തിരിച്ച് ലാൻഡ് ചെയ്യും. റോക്കറ്റ് പോയിട്ട് അതിൻ്റെ ലക്ഷ്യം ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ വരെ അതങ്ങ് മുകളിലോട്ട് പോകും, തിരിച്ച് വരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറാവുക. കർത്താവ് വരുന്ന സമയത്ത് അവൻ നമ്മെ പൊക്കി അങ്ങ് കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങളിൽ പൊതുസഭ സമ്മതിച്ചാൽ ഇരിക്കാം. സോ ഇന്നത്തെ സന്ദേശം സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എല്ലാവരും നോട്ട്ബുക്ക് വലിച്ചെടുക്കുക. നിങ്ങൾ സെർമൺ നോട്ട് കീപ്പർ. പുസ്തകങ്ങളിൽ വിശ്വസിക്കാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അതിൽ ടൈപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ ലാപ്ടോപ്പുകളോ എന്ത് വേണേലും ഉപയോഗിക്കാം. നിങ്ങളുടെ ഓർമ്മശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത് പണമല്ല, സ്വർണ്ണാഭരണങ്ങളല്ല, വചനമാണ്. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇനി പറയുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത് എന്താണ് മോഷണം പോകുന്നത്? വചനം. വിതയ്ക്കപ്പെടുന്ന വചനം മോഷ്ടിക്കുവാനായി പറവകൾ വന്നിങ്ങനെ, പറവകൾ അശുദ്ധാത്മാക്കളാണ്, ശ്രദ്ധ ചിതറിപ്പിച്ച് വിതയ്ക്കപ്പെടുന്ന വചനങ്ങളെ കൊത്തിത്തിന്നാൻ പക്ഷികൾ വരും, പറവകൾ വരും. വചനമോഷണമാണ് ഏറ്റവും വലിയ മോഷണം. അതുകൊണ്ട് ഇന്ന് വിലപ്പെട്ട ഈ വചനം ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ അവസരം കൊടുക്കരുത്. ഞാൻ കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പ് നെഞ്ചിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉറക്കെ പറയാം, കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനം നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ ഹൃദയത്തിൽ പതിയുവാൻ അങ്ങ് സഹായിക്കണമേ. ആമേൻ. അടുത്ത ആളോട് പറയുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വേറൊരാളോട് പറയുക, വിശ്വാസത്തിൽ പറഞ്ഞോ, ഉറച്ചു നിൽക്കുക. പതറാതെ ഉറച്ചു നിൽക്കുക. സഭയ്ക്കകത്ത് വന്നാൽ വിശ്വാസത്തിലാണ് എന്നാരും ചിന്തിക്കരുത്. അതുകൊണ്ട് ഒരിക്കൽ പൗലോസ് ഇങ്ങനെ എഴുതി സഭയ്ക്ക്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. സഭയ്ക്കകത്ത് കൃത്യമായി വന്നു പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ അകത്ത് വാസ്തവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അവരവരെ തന്നെ പരിശോധിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ പരിശോധിക്കാനുള്ള ഒരു സെൽഫ് എക്സാമിനേഷനുള്ളൊരു ടൈം കൂടെയാണ് ഇന്നത്തെ ദിവസം. ആദ്യമായി എന്താണ് വിശ്വാസം? വാട്ട് ഈസ് ഫെയ്ത്ത്? വിശ്വാസം എന്താണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരു വചനം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11:1 സാധാരണ വിശ്വാസത്തിൻ്റെ നിർവചനമായിട്ട് നമ്മൾ കാണാറുള്ളത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഞാൻ 1, 2, 3 പറയുമ്പോൾ സർവ്വജനവും സർവ ശബ്ദവും എടുത്ത് ഉറക്കെ ഈ വചനം ഒന്ന് പറയണം. 1, 2, 3. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു.
ഒരു പ്രാവശ്യം കൂടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഒന്നുകൂടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അവിടെ രണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നൗ ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ, ദി എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. ഇംഗ്ലീഷിൽ നോക്ക്. സബ്സ്റ്റൻസ്, ഇവിടെ അത് ഉറപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിഡൻസ് അവിടെ നിശ്ചയം എന്ന് എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യ ഗ്രീക്കിൽ ഇത് എഴുതുന്ന സമയത്ത് സബ്സ്റ്റൻസ് എന്ന ഭാഗത്ത്, ഉറപ്പ് എന്ന ഭാഗത്ത് ശരിക്കും അവിടെ മീൻ ചെയ്തിരിക്കുന്നത് ടൈറ്റിൽ ഡീഡ് എന്നാണ്. ടൈറ്റിൽ ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആധാരം, തീറാധാരം. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കുള്ള സെൻസ്, ടൈറ്റിൽ ഡീഡ്. ആംപ്ലിഫൈഡ് ക്ലാസിക് വേർഷൻ വായിച്ചാൽ അത് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അവിടെ, ടൈറ്റിൽ ഡീഡ്. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു തീറാധാരം കയ്യിൽ പിടിച്ചിരിക്കുന്നതിന് തുല്യമാണ്. അതിനുശേഷം എവിഡൻസ് എന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൂഫ് എന്നാണ്, തെളിവ്. പറഞ്ഞ തെളിവ്. അപ്പോൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആധാരം, ടൈറ്റിൽ ഡീഡ്. രണ്ടെന്താണ്? തെളിവ്. ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒത്തിരി വർഷങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഒരു വീട് വേണം. ഒത്തിരി പ്രാർത്ഥിച്ചു, അധ്വാനിച്ചു, അവസാനം നിങ്ങളുടെ സ്വപ്നം പൂവണിയുകയാണ്. ഒരു 10 സെൻറ്റിൽ നല്ലൊരു വില്ല നിങ്ങൾ വാങ്ങി. രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. ചില ദിവസങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ഓഫീസിൽ നിന്നും അതിൻ്റെ ആധാരം, ഡീഡ്, അതിൻ്റെ ഡോക്യുമെൻ്റ് ഒരു ഫയലിലായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി. അത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് ദൈവത്തോട് നന്ദി പറയാം. കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്, ദൈവമേ നീ സാധിപ്പിച്ചല്ലോ. പക്ഷെ അപ്പോഴും നിങ്ങൾ വീട്ടിൽ കയറിയിട്ടില്ല. വീട്ടിൽ കയറുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓക്കെ, നിങ്ങൾ കാരണം ഒരു എന്താ പറയുന്നത്, ഡെഡിക്കേഷൻ, വീട് പ്രതിഷ്ഠ നടത്തണം, സമർപ്പണ ശുശ്രൂഷ നടക്കണം. അത് എന്നാണത്? ഇപ്പോഴും നിങ്ങൾ വാടക വീട്ടിലാണ്. പക്ഷെ വാടക വീട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എനിക്കൊരു വീടുണ്ട്. എന്താണ് ഉറപ്പ്? ടൈറ്റിൽ ഡീഡ്. ഈ ആധാരം കയ്യിലിരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം നിലനിൽക്കുന്ന ഒരു ഭവനം എനിക്കവിടെ ഉണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവദാസന്മാർ വരും, ബന്ധുമിത്രാദികൾ വരും, എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് എൻ്റെ ബഥേലിലേക്ക് ഞാൻ കയറാൻ പോകുകയാണ്. പക്ഷെ ഒരാൾ വാടക വീട്ടിൽ, എന്നാലും നിങ്ങൾ വാടക വീട്ടിലല്ലോ, ഇതെന്ത്? പക്ഷെ നിങ്ങൾ എന്ത് പറയും? ഇത് നോക്ക്, വിശ്വാസം എന്നതോ എൻ്റെ കയ്യിലിരിക്കുന്ന ടൈറ്റിൽ ഡീഡാണ്, ഒരു ആധാരമാണ്, തീറാധാരമാണ്, അതിൻ്റെ കോപ്പിയാണ്. എവിടെയാണ് നമ്മുടെ തീറാധാരം ഇരിക്കുന്നത്? വേദപുസ്തകത്തിൽ. ഒരിക്കലും മാറ്റമില്ലാത്ത, ആർക്കും മാറ്റുവാൻ കഴിയാത്തൊരു ടൈറ്റിൽ ഡീഡാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു തീറാധാരമാണ്. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മത്തായി സുവിശേഷം 24:35 പ്രകാരം ഈ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ടൈറ്റിൽ ഡീഡാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതാണ് എൻ്റെ ഉറപ്പ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? ആധാരം എൻ്റെ കയ്യിലുണ്ട്, ഈ വചനം, ഈ വാഗ്ദത്തം, റിട്ടൺ വേർഡ് എൻ്റെ കയ്യിലുണ്ട്. അടുത്തത് എന്താണ്? ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. ഇതുവരെ കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവ്, പ്രൂഫ്. എല്ലാവരും പറയാം പ്രൂഫ്. ഒരു കോടതിയിൽ ഒരു കേസ് തെളിയിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ, കുറേ അഡ്വക്കേറ്റുമാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. കേസ് അതിൻ്റെതായ സെറ്റിൽമെൻറ്റിലേക്ക് വരണമെങ്കിൽ തെളിവുകൾ ഹാജരാക്കണം. തെളിവുകളില്ലാത്തതിനാൽ ജഡ്ജ് ആ കേസ് തള്ളി. പ്രൂഫ്, പറഞ്ഞേ പ്രൂഫ്, തെളിവ്, തെളിവ്, തെളിവ്. തെളിവ് 1, തെളിവ് 2, തെളിവ് വിരലടയാളമായിരിക്കാം, അതായിരിക്കാം, ഒരു ഡ്രസ്സ് കിട്ടിയതായിരിക്കാം,
കൊന്ന കത്തി കിട്ടിയതായിരിക്കാം, ചോര പുരണ്ട കത്തി കിട്ടിയതായിരിക്കാം. ഇതൊക്കെ തെളിവുകളാണ്. ഇതെല്ലാം കോർട്ടിൽ ഹാജരാക്കും. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് ജഡ്ജ് സെറ്റിൽ ചെയ്യുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വെളിപ്പെട്ടിട്ടില്ലാത്ത പലതും ആശയായിട്ട് കിടക്കുക. പക്ഷെ അതിനെന്തുണ്ട്? തെളിവുകളുണ്ട്. നമുക്ക് ഇത് വിശ്വസിക്കാൻ ചില തെളിവുകളുണ്ട്. അതിൽ ഒരു തെളിവ്, ഇതുവരെ ചരിത്രത്തിൽ കർത്താവ് അനേകരുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ മുഴുവൻ ഒരു പ്രൂഫായിരിക്കുകയാണ്. ഇനിയും അവൻ ചെയ്യും, എൻ്റെ ജീവിതത്തിലും അത് ചെയ്യും. അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിക്കുക, വിശ്വസിക്കുന്നെങ്കിൽ നന്നായിട്ട് അടിക്കുക. കമോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. ആശിക്കുന്നതിൻ്റെ ഉറപ്പായ, എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരിക്കലും മാറ്റമില്ലാത്ത ടൈറ്റിൽ ഡീഡ്. അതുകൂടാതെ ഇത് നിശ്ചയമായും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നതിൻ്റെ പ്രൂഫായി നിരവധി പേരുടെ സാക്ഷ്യങ്ങൾ, എൻ്റെ പാസ്റ്റ് ലൈഫിൽ തന്നെ കർത്താവ് ചെയ്തിരിക്കുന്ന നിരവധി കാര്യങ്ങൾ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. എത്രയോ എണ്ണമില്ലാത്ത നന്മകൾ അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതെല്ലാം പ്രൂഫാണ്. ഇനിയും അവൻ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യും. ഉറക്കെ പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ തെളിവുമാകുന്നു. ഓ, എനിക്കിപ്പോ ഭയങ്കരമായിട്ട് എന്താണ്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത്തിരി നേരം എല്ലാവരും കൈകൾ ഉയർത്തി അന്യഭാഷയിൽ സംസാരിക്കാമോ? ഉറക്കെ ഒന്ന് സംസാരിച്ചു. എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ പാട് എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. എല്ലാ വായികളും തുറന്നൊന്ന് പാടാമോ? എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. വിശ്വാസം എന്താണെന്നൊന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു എന്നോട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ഒന്നുകൂടി പറ. വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തീരാധാരം എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഈ ടൈറ്റിൽ ഡീഡ് പറയുന്നു, എൻ്റെ ദൈവം ഇതുപോലെ ചെയ്യുന്നവനാണ്. അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. മനുഷ്യൻ വാക്കുകൾ മാറ്റും, പക്ഷെ അവൻ മനുഷ്യനല്ല, മനുഷ്യപുത്രനല്ല. തൻ്റെ വാക്കുകൾ മാറ്റുവാൻ അവനൊരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് അവൻ നിശ്ചയമായും ഇത് ചെയ്യും. അപ്പൊ ചോദിക്കുക, തെളിവ് എവിടെ? തെളിവ് തെളിവ് തെളിവുതാ തെളിവുതാ തെളിവുതാ. ഇത് ചെയ്യും, ദൈവം ചെയ്യും എന്ന് പറഞ്ഞ തെളിവുതാ. നോക്ക് നോക്ക് നോക്ക്. ഇത്രയും നൂറ്റാണ്ടുകളിൽ, യുഗങ്ങളിൽ അവൻ ചെയ്ത ട്രാക്ക് റെക്കോർഡ് കണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ? ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഉറക്കെ പറ. വിശ്വാസം എന്നതോ അതാണ് വിശ്വാസമെങ്കിൽ, വിശ്വാസം എന്തല്ല എന്നുകൂടി പറഞ്ഞേക്കാം. നമ്പർ 1, ഫെയ്ത്ത് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഡൗട്ട്. സംശയം ഇല്ലാതിരിക്കുന്നതല്ല വിശ്വാസം. ദഹനക്കേട് ഉണ്ടാകരുത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ വിശദീകരിക്കാം. ഫെയ്ത്ത് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഡൗട്ട്. വിശ്വാസമുണ്ടെന്ന് പറയുന്ന വിശ്വാസികൾക്ക് ചിലപ്പോൾ സംശയമൊക്കെ വരാം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അകത്ത് സംശയം തോന്നിയാൽ
അതിൻ്റെ അർത്ഥം ഒരു വിശ്വാസമില്ലെന്നല്ല, ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് എന്നാണ്. സംശയമില്ലാതിരിക്കുന്നതല്ല വിശ്വാസം. ഒത്തിരി പേർക്ക് ആശ്വാസം കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാമോ? ഭാരതത്തെ സുവിശേഷത്താൽ നേടാൻ 12 ശിഷ്യന്മാരിൽ ഒരാളെ കർത്താവ് മാർക്ക് ചെയ്തിരുന്നു, തോമസ്. നമ്മൾ ഓമനിച്ച് തോമസ് ലീഹ എന്ന് വിളിക്കുന്നത് AD 52 വന്നെന്നും വന്നില്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ വന്നെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തോമസുമാരുള്ളത് ഇന്ത്യയിലാണെന്ന് പറയും. ആ പേരുള്ളത് ഇവിടെയും കാണും, ഇഷ്ടംപോലെ കാണും. എന്നിട്ട് അവരെയൊക്കെ വിളിക്കും, കണ്ട തൊട്ട് വിശ്വാസി, സംശയിക്കുന്ന വിശ്വാസി. തോമസുമാരെല്ലാം വിശ്വസിക്കും. നീ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, നീ എല്ലാം സംശയിക്കും. ഈ തോമസിനെ അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ തോമസ് ഒരു പ്രാവശ്യം സംശയിച്ചുള്ളൂ. അതിനുശേഷം ഇവിടെ വന്ന് മരിച്ചു. രക്തസാക്ഷിത്വം വരിക്കുന്നത് വരെ പിന്നെ അവനങ്ങ് അടിച്ച് കയറിപ്പോയി. ഇപ്പോഴത്തെ ആളുകൾ തോമസ് അല്ലെന്ന് പറയുന്ന ആളുകൾ എല്ലാ ദിവസവും സംശയിച്ചുകൊണ്ടിരിക്കുക. തോമസ് ഒന്നേ ചെയ്തുള്ളൂ, എന്നിട്ട് ആ ചീത്ത പേരും കിട്ടി. ആരാ ഈ ഭൂമിയിൽ സംശയിക്കാത്തത്? അബ്രഹാം, വിശ്വാസികളുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സ്ഥാനപ്പേര്. പക്ഷേ നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വൈഫ് അപ്പുറത്ത് മാറി ചിരിച്ചു, സാറാമ്മച്ചി. രണ്ടുപേരും ചിരിച്ചു. 12 ശിഷ്യന്മാർ സംശയിച്ചു. അതിലെഴുതിയിട്ടുണ്ട്, യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചിലരോ സംശയിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ആരാ സംശയിക്കാത്തത്? എല്ലാവരുടെ അകത്തും സംശയത്തിൻ്റെ ചിന്തകളൊക്കെ വരാം. അത് തെറ്റല്ല, മനുഷ്യരാണ്, അതെല്ലാം വരാം. എന്നാൽ ആ സംശയത്തിന് ക്ലാരിറ്റി വരുത്താൻ ദൈവം നിനക്ക് സമയം തരും, അതിനുള്ള വകുപ്പും തരും. രണ്ടാമത്തത്, ഫെയ്ത്ത് ഈസ് നോട്ട് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവായി ചിന്തിക്കുന്നതല്ല വിശ്വാസം. ഈ കോമൺലി എല്ലായിടത്തും കേൾക്കുന്നൊരു സാധനമാണ് പോസിറ്റീവ് തിങ്കിങ്. അതിനുള്ള പുസ്തകങ്ങൾ ഒത്തിരി കിട്ടും പോസിറ്റീവ് തിങ്കിങ്ങിനുള്ളത്. പോസിറ്റീവ് തിങ്കിങ് വേണം. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് അല്ല. കാരണം പോസിറ്റീവ് തിങ്കിങ് പറയുന്നത് ഐ ബിലീവ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിയാകും എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്നു. അതാണ് പോസിറ്റീവ് തിങ്കിങ്. എന്നാൽ വിശ്വാസം പറയുന്നതല്ല, ഐ ബിലീവ് ഇൻ ദ ഗോഡ് ഹു മേക്സ് തിങ്സ് റൈറ്റ്. കാര്യങ്ങൾ ശരിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ് വിശ്വാസം. മറ്റേന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ ശരിയാകുന്നേ. ഒരു ഓപ്റ്റിമിസ്റ്റിക്കായി അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിക്കുക. എല്ലാം ശരിയാവും. അതാണ് പോസിറ്റീവ് തിങ്കിങ്. എങ്കിൽ എല്ലാം ശരിയാകുമെന്ന് ചുമ്മാ വിശ്വസിക്കുന്ന പരിപാടിയല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം എൻ്റെ ഉത്തരവാദിയായി എനിക്കുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തേത്, ഫെയ്ത്ത് ഈസ് നോട്ട് ഓഫ് ഫീലിംഗ്. വിശ്വാസം വികാരങ്ങളല്ല. കാരണം ചില സമയത്ത് ഇത് രണ്ടും തമ്മിൽ, വിശ്വാസവും അതായത് ഫെയ്ത്ത് ആൻഡ് ഫീലിംഗ് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് വരും. ഒരു തരത്തിലും എൻ്റെ ഫീലിങ്സ് എന്നെ സമ്മതിക്കുന്നില്ല, വിശ്വസിക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയും നമ്മൾ പോകാം. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യണം? വികാരങ്ങൾക്കതീതമായി ഫാക്റ്റിൽ, ട്രൂത്തിൽ നോക്കി, വചനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നോ അത് എനിക്ക് ഫീൽ ചെയ്താലും ഇല്ലേലും, എൻ്റെ വികാരത്തിൽ അത് വെളിപ്പെട്ടാലും ഇല്ലേലും, വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു അത് വിശ്വസിക്കാൻ. വികാരങ്ങൾക്കെതിരെ ചിലപ്പോൾ ഞാൻ തീരുമാനിച്ച് ഉറച്ചു നിൽക്കും. അതാണ് വിശ്വാസം. വിശ്വസിക്കാനായിട്ട് നമുക്ക് ചിന്തകളിൽ തോന്നുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചാൾസ് ബ്ലോണ്ടിൻ എന്നൊരാളെക്കുറിച്ച് കേട്ട് കാണും. 1859
നയാഗ്ര വെള്ളച്ചാട്ടം കേട്ടിട്ടുണ്ടല്ലോ, അതിന് മുകളിലൂടെ വലിയൊരു റോപ്പ് കെട്ടിയിട്ട് അതിന് മുകളിലൂടെ ഈ മനുഷ്യൻ നടന്നു. 1100 അടിയോളം നീളം, 1100 അടി നീളത്തിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ടൈറ്റ് റോപ്പിൻ്റെ മുകളിലൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു. 160 അടി ഉയരത്തിൽ, വെള്ളച്ചാട്ടത്തിൽ നിന്ന് 160 അടി ഉയരത്തിലാണ് ഈ റോപ്പ് പോകുന്നത്. അതിന് മുകളിലൂടെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? നടന്നു. നേരെ ചൊവ്വേ റോഡിൽ നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ കയറിന് മുകളിലൂടെ ഈ മനുഷ്യൻ നടന്നു. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ഭയങ്കരമായി കൈയടിച്ചു. അതിനുശേഷം ഈ മനുഷ്യൻ കണ്ണ് കെട്ടിയിട്ട് നടന്നു. അപ്പോഴും എല്ലാവരും കൂടി കൈയടിച്ചു. അതിനുശേഷം സ്റ്റിൽറ്റുകൾ ഉപയോഗിച്ച്, കോലുകൾ ഉപയോഗിച്ച് നടന്നു. ഭയങ്കരമായ ജനം ചീറപ്പ് ചെയ്തു. അതിനുശേഷം ഒരു വീൽ ബാരോ തള്ളിക്കൊണ്ട് നടന്നു. പിന്നെ ക്രേസിയായി. അതിനുശേഷം ഇത്രയും നടത്തമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ചോദിച്ചു, എത്ര പേർ വിശ്വസിക്കുന്നു? ഇത്രയും അഭ്യാസം കഴിഞ്ഞല്ലോ, എനിക്കൊരാളെ എൻ്റെ പുറത്തിട്ടുകൊണ്ട് നടക്കാൻ പറ്റൂ? ഓ, എല്ലാവരും കൂടി ഭയങ്കര ആഘോഷം. അതിൽ ആ ക്രൗഡിൽ ഒരാൾ ഏറ്റവും ശബ്ദത്തിൽ പറഞ്ഞ ഒരാളോട് പറഞ്ഞു, ഇവിടെ വരാൻ പറഞ്ഞു. അയ്യോ, ഞാനില്ല. ഇയാൾക്ക് ഈ റോപ്പിന് മുകളിലൂടെ ഒരാളെ പുറത്ത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ഈ പരീക്ഷണത്തിന് ഞാനില്ല, അതിനുള്ള വിശ്വാസമില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇൻ്റലക്ച്വലി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റും, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നാൽ നീങ്ങിടുക, അത് പറ്റില്ല. ശരിക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഭാവി, എൻ്റെ വെയിറ്റ്, എൻ്റെ ഭാരങ്ങൾ എല്ലാം കൂടെ ഒരാളുടെ പുറത്തോട്ട് കിടക്കുന്നത് പോലെ ദൈവത്തിലേക്ക് അർപ്പിച്ച് അങ്ങ് കൊടുക്കുന്ന പരിപാടിയാണ് വിശ്വാസം. അല്ലാതെ ദൈവത്തിന് ചെയ്യാൻ പറ്റും, ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതോ ഹല്ലേലൂയ പറയുന്നതോ അല്ല വിശ്വാസം. അവരവരെ അങ്ങ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റണം. അതാണ് ശരിയായ വിശ്വാസം. കൈകളുയർത്തി പ്രാർത്ഥിക്കും. ആരെങ്കിലും ഒരാൾ മൈക്രോഫോൺ എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പകർച്ച ഇവിടെ ഉണ്ടാകട്ടെ. കർത്താവെ, വിശ്വാസത്തിൻ്റെ ഒരു പകർച്ച ഞങ്ങളുടെ മേൽ നിന്ന് പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിശ്വാസത്തിൻ്റെ ആത്മാവ് കർത്താവെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങൾ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ ദുഷ്ടഹൃദയങ്ങൾ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആണിയടിച്ച് ഉറപ്പിക്കുന്നത് പോലെ കർത്താവെ, വിശ്വാസം ഞങ്ങളുടെ ആഴത്തിൽ കർത്താവ് വേരിറങ്ങട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ശക്തി ഞങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾ സ്വീകരിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ജൂൺ മാസത്തിൽ കർത്താവ് ഉറപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? വിശ്വാസത്തിൽ ഉറപ്പിക്കും. പിന്മാറ്റത്തിൽ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ മായ്ച്ചു കളയുന്നത് പോലെ വിശ്വാസത്തിൽ ഉറക്കാൻ, അതിനുള്ളൊരു ഗ്രേസ് ഇന്നിവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ആര് വീണാലും ഞാൻ വീഴില്ല, അഹങ്കാരം പറയരുത്. നീ നിലനിൽക്കുന്നത് കൃപയാലത്രേ. കൃപയാണ് നിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നത്. കൃപയിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ. ഞാൻ നിൽക്കും എന്ന് പറഞ്ഞവരെല്ലാം വീണു. പത്രോസ് എന്തായിരുന്നു വീമ്പിളക്കിയത്? ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഈ ഞാൻ കൂടെ ഉണ്ട്. ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ആളുടെ പൊടി പോലും കാണാനില്ല. സ്വയത്തിൽ ആശ്രയിച്ച് വീമ്പിളക്കരുത്, പകരം കൃപയിൽ ആശ്രയിച്ച് മുന്നിലേക്ക് പോവുക. നീ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഞെളിയാതെ ഭയപ്പെടുക. കൊമ്പിന് തന്നെത്താൻ നിലനിൽക്കാൻ സാധ്യമല്ല, വേരത്രേ സകലത്തെയും ചുമക്കുന്നത്. രണ്ടാമത്തേത്, ദ ഫോഴ്സസ് ദാറ്റ് ഓപ്പോസ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസത്തെ എതിർക്കുന്ന ചില ശക്തികളുണ്ട്. ആ ഫ്രെയിം ഒന്ന് മാറ്റാമോ? നിങ്ങളുടെ വിശ്വാസത്തെ എതിർക്കുന്ന ചില ശക്തികളുണ്ട്. അതായത്
വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില വിലോമ ശക്തികളുണ്ട്. ഇത് തിരിച്ചറിയണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ വലതുകരം നന്നായിട്ടൊന്ന് ഉയർത്തി കാണിക്കാമോ? വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എതിർ ശക്തികളുണ്ടാകുന്നു, എതിർപ്പുകളുണ്ടാകും, വിശ്വാസത്തിന് പരിശോധനകളുണ്ടാകും, നിൻ്റെ വിശ്വാസത്തെ എതിർക്കുന്ന ചിലത് എഴുന്നേറ്റ് വരും. ഇവിടെ വായിച്ചു നോക്കിയാൽ നിർമ്മതരായിരിപ്പിൻ, ദാറ്റ് മീൻസ് ബി സോബർ മൈൻഡഡ്, ഉണർന്നിരിപ്പിൻ, എല്ലായ്പ്പോഴും ഉണർന്നിരിക്കണം. ഞാൻ ഈ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണം. എന്നാലേ നമ്മുടെ ശരീരം റീബൂട്ട് ചെയ്ത് അടുത്ത ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എനർജറ്റിക്കായിട്ട് എഴുന്നേറ്റ് വരും, റിഫ്രഷ്ഡായിട്ട് എഴുന്നേറ്റ് വരും. പക്ഷേ നമ്മുടെ ആത്മാവിന് ഉറക്കം വേണ്ട. കേട്ടില്ല? ശരീരത്തിന് ഉറക്കം വേണം, ആത്മാവിന് ഉറക്കം ആവശ്യമില്ല. അതുകൊണ്ടാണ് ആത്മാവാകുന്ന ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലന ഉറക്കം തൂങ്ങുന്നുമില്ല. 121 സങ്കീർത്തനം 1 മുതൽ വായിച്ചു നോക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ സ്പിരിറ്റിന് ഉറക്കം വേണ്ട. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഏത് കാര്യം? ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കാനാണോ പറയുന്നത്? അല്ല, സ്പിരിച്വലി ബി വാച്ച്ഫുൾ, ബി അവൈക്ക്. കാരണം പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം ആണെന്നല്ല എന്ന പോലെ അഭിനയിച്ചുകൊണ്ട് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ബ്രഹ്മസഹോദരൻ ആർക്കും ഒരു പ്രതികരണമില്ല. എന്തെങ്കിലും സംസാരിക്കുക, അവരൊന്നും മിണ്ടുന്നില്ല. എന്താ ചെയ്യണ്ടേ? ഇതൊന്നും കേട്ടിട്ട് സിംഹം എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത്രയും പേടിച്ചിരിക്കുന്നത്? പോലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവൻ ആ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ. യഥാർത്ഥ സിംഹം നമ്മുടെ കർത്താവാണ്. പക്ഷേ ഇത് അഭിനയിക്കുന്ന ഒരു പ്രച്ഛന്ന വേഷധാരിയായിട്ട് ഫാൻസി ഡ്രസ്സാണെന്ന് പറ. അടുത്ത ആളോ പിശാച് ഫാൻസി ഡ്രസ്സാണെന്ന് പറ. പേടിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ മൃഗത്തിൻ്റെയൊക്കെ മോന്തായം വെച്ചുകൊണ്ട് വരില്ല, പേടിപ്പിക്കാൻ വേണ്ടി. അത് കണ്ട് പലരും ചിലർ കൊളാപ്സ് ചെയ്യും. പക്ഷേ അത് ഫാൻസി ഡ്രസ്സാണ്. പേടിപ്പിക്കാൻ വേണ്ടി വരികയാണ്, വിശ്വാസികളെ പേടിപ്പിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതറിഞ്ഞ് ഇത് തട്ടിപ്പാണ്, ഇത് വെറും പ്രച്ഛന്ന വേഷമാണ് എന്നറിഞ്ഞ് പ്രതിയോഗിയോട് നിങ്ങൾ എതിർത്തു നിൽക്കുവേൻ. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അറിയണം. പിശാചിൻ്റെ തന്ത്രങ്ങളെ നന്നായിട്ട് അറിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസികൾക്ക് ചില എതിർപ്പുകളുണ്ടാകും. 3 പ്രധാന എതിർപ്പുകൾ. ഒന്ന്, സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. ഒന്നാമത്തേത് എന്താണ്? സാഹചര്യങ്ങൾ. അതിനെ നമുക്ക് ജീവിതത്തിൽ അടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ എപ്പോഴും എതിരെ അടിച്ചു വരാം ഒരു വിശ്വാസിക്ക്. ഉദാഹരണത്തിന് യോബിൻ്റെ വീട്ടിൽ നടന്ന കൊടുങ്കാറ്റ് എല്ലാവർക്കും അറിയാം. അക്ഷരീയമായി അവർ കാറ്റടിച്ചു, അവരുടെ കൃഷിഭൂമിയിലൊക്കെ കാറ്റടിച്ച് റാപ്പിഡ് സക്സഷനിൽ പെട്ടെന്ന് മെഷീൻ ഗണ്ണുകൊണ്ട് അടിക്കുന്നത് പോലെയാണ് പ്രശ്നങ്ങളുണ്ടായത്. കൃഷി നശിക്കുന്നു, സമ്പത്ത് നശിക്കുന്നു, മക്കൾ ചാകുന്നു, മൃഗസമ്പത്ത് പോകുന്നു, എല്ലാം തകരുകയാണ്. പെട്ടെന്ന് സകലവും തകരുന്നു. ഇതെന്താണത്? ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഇവിടെ ഒന്നും പിശാച് നേരിട്ട് വന്ന് വെളിപ്പെടുന്നില്ല. അറുപത്താറ് പുസ്തകങ്ങൾ വേദപുസ്തകത്തിലുള്ളതിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് ഇയ്യോബിൻ്റെ പുസ്തകമാണെന്ന് പറയപ്പെടുന്നു. കോൺക്രീറ്റായിട്ട് തെളിവൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകമല്ല ആദ്യമായിട്ട് എഴുതപ്പെട്ടത്, ഇയ്യോബിൻ്റെ പുസ്തകമാണെന്ന് പറയപ്പെടുന്നു. എന്തിനാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്നൊരു പുസ്തകം ബൈബിളിലുള്ളത്? ഒരാളുടെ കഥയാണ്. നേരെ ഇരിക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കെ, 2 കണ്ണും സോസേഴ്സ് പോലെ തുറന്ന് തന്നെ നോക്കുക. എന്തുകൊണ്ട് മോശം കാര്യങ്ങൾ നല്ല മനുഷ്യർക്ക് വരുന്നു? അതിൻ്റെ വിശദീകരണമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. നന്നായി പ്രാർത്ഥിക്കുന്ന
ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ആരെ ഉപദ്രവിക്കാതെ മര്യാദക്ക് ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ട് തിന്മയായ കുറേ കഷ്ടതകൾ സംഭവിക്കും? ഉത്തരം എവിടെയുണ്ട്? ഈ യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. 2, ആരാണിത് വരുത്തുന്നത്? ദൈവമേ, നീ എന്തുകൊണ്ട് ഇത് വരുത്തി? ദൈവമല്ല അവിടെ വരുത്തിയത്, പിശാചാണ് അതിൻ്റെ പുറകിൽ കളിച്ചതെന്ന് 1-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കുക, ജീവിതത്തിൽ തിന്മയായ പലതും വരുമ്പോൾ അതിൻ്റെ കാരണഭൂതൻ ദൈവം അല്ല എന്ന് വ്യക്തമായി ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ പുറകിൽ ബിഹൈൻഡ് ദ സീൻസ് കളിക്കുന്നത് പിശാചാണ്. അടുത്തത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നു. ഇനി ഇതിൻ്റെ ഒരു അനാലിറ്റിക്കൽ സർവേ അവിടെ നടക്കുന്നുണ്ട്. പുള്ളിയുടെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നു. ഇദ്ദേഹം ചൊറിയും ചരങ്ങും പിടിച്ച് മണ്ണിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് വ്രണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വിശദീകരണ യോഗം നടക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ജ്ഞാനം, ഫിലോസഫി അടിച്ചുവിടുകയാണ്. ഈ വന്നിരിക്കുന്ന കൂട്ടുകാർ അവരുടെ അറിവനുസരിച്ച് പല സിദ്ധാന്തങ്ങളും അവരുണ്ടാക്കി. നീയാണ് ഇതിന് കാരണക്കാരൻ, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. അവസാനം ദൈവം അങ്ങ് ഇറങ്ങി വന്നു. ഇയ്യോബിൻ്റെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളുമായി. ഇത്രയായപ്പോൾ എന്തുകൊണ്ട് കർത്താവ് ഇതെല്ലാം സംഭവിക്കുന്നു? പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അവനെന്നെ കൊന്നാലും ശരി, അവനെന്നെ കൊന്നാലും ശരി, ഞാൻ എൻ്റെ വിശ്വാസത്തെ സ്വന്തം ഭാര്യ പറയുക, തള്ളിപ്പറ ചാക് നീ. സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് പോലും അവൻ പറഞ്ഞു, അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി തന്നെ കാത്തിരിക്കും. അതൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. വലിയ കഷ്ടതകൾ നടുവിൽ വീർപ്പ് മുട്ടുന്ന സമയത്ത് ഇയ്യോബ് പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞേക്കണം, കർത്താവ് നീ എന്നെ അങ്ങ് തട്ടിയേക്ക്, എന്നാലും ശരി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ശരിക്കുള്ള വിശ്വാസം എന്താണെന്ന് ഞാൻ പറയാം. വിടുവിച്ചാലും ഇല്ലേലും, പറഞ്ഞേ, അതാരുടെ വാക്കുകളാ? 3 ബാലം. ശദ്രക്, മേശക്, അബേദ്നെഗോ. രാജാവുണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ ഒരുപക്ഷെ ആ തീച്ചൂളിൽ വെച്ച് ഞങ്ങൾ ചാർക്കോളായിട്ട് മാറാം, തന്തൂരിയായിട്ട് മാറാം, എന്നാലും ശരി ഒരു വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കയില്ല. ഞങ്ങൾക്ക് ജീവൻ തന്ന, ശ്വാസം തന്ന ദൈവത്തെ അപ്പോഴും, ഏതായാലും ഒരു ദിവസം ഇവിടുന്ന് പോകണമല്ലോ, അതിങ്ങനെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനിയാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. വിടുതലില്ലേലും വിശ്വസിക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ പേരാണ് വിശ്വാസി. ജൂൺ മാസത്തിൽ തീരുമാനിക്കണം, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയാലും ഇല്ലേലും, എൻ്റെ പ്രശ്നങ്ങൾ മാറിയാലും ഇല്ലേലും, ഞാൻ വിചാരിക്കുന്ന എൻ്റെ കടക്കൂട്ടലുകൾ തെറ്റിയാലും ഇല്ലേലും, എൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞാലും ഇല്ലേലും, ഞാൻ എൻ്റെ ദൈവത്തിൽ നിൽക്കും എന്ന് പറയുന്ന മാസമാണ് ജൂൺ മാസം. അതുകൊണ്ടാണ് ജോഷുവ പറഞ്ഞത്, നിങ്ങൾക്ക് അക്കരെയുള്ള ദൈവങ്ങളെയോ ആരെ വേണേലും പോയി സേവിക്കുക, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കോ. ജൂൺ മാസത്തിൽ അപ്പന്മാർ തീരുമാനമെടുക്കുക, ഫാദേഴ്സ് ഡേയിൽ ഫാദേഴ്സ് തീരുമാനമെടുക്കുക. ജീവിതത്തിൽ എന്തും നടന്നാലും ഇല്ലേലും, ഇനി ഭാര്യ കൂടെ നടന്നാലും ഇല്ലേലും, മക്കൾ വിശ്വാസത്തിൽ വന്നാലും ഇല്ലേലും, അയൽക്കാരെന്തെല്ലാം പറഞ്ഞാലും, സമൂഹം മുഴുവൻ എതിർത്താലും, ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഇരച്ച് കലങ്ങിയാലും, പർവ്വതം വന്ന് അതിലോട്ട് നിലംപൊത്തിയാലും, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരണം നമുക്കിതൊന്നും മനസ്സിലാവണമെന്നില്ല. വലിയ കാർപ്പറ്റുകൾ, ചില ടേപ്പിസ്ട്രി പോലുള്ള ചില സാധനങ്ങളൊക്കെ നെയ്യുന്ന നെയ്ത്തുശാലയിലൊന്ന് പോയി നോക്കണം. നെയ്യുന്നയാൾ പ്രത്യേക രീതിയിൽ
ഊടും പാവും മറ്റേത് മറിച്ചതും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നൂലുകളൊക്കെ ഓടിച്ചിങ്ങനെ നെയ്തുകൊണ്ട്. ഇതിൻ്റെ അടിഭാഗം നോക്കണം. അടിഭാഗം നോക്കുമ്പോൾ മുഴുവൻ കെട്ടുകളും കുറേ നൂലുകൾ തൂങ്ങിക്കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞൊരു വല്ലാത്ത ഷേപ്പാണ് അടിയിൽ നോക്കിയാൽ. എന്നാൽ ഈ നെയ്ത്തുകാരൻ നോക്കുന്ന രീതിയിൽ മുകളിൽ നോക്കിയാൽ ഈ ഇഴകൾ, നൂലുകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള നൂലുകളെല്ലാം കൊണ്ട് പൂക്കളായി, പാറ്റേണുകളായി ഒക്കെ ഇത് വിരിഞ്ഞ് മുകളിൽ നല്ലൊരു കാർപ്പറ്റ് രൂപപ്പെടും. അടിയിൽ നോക്കുമ്പോൾ മൊത്തം കെട്ട് പണഞ്ഞു കിടക്കുക. പലപ്പോഴും നമുക്ക് ഈ അടിയിൽ നിന്ന് നോക്കി ഈ കോംപ്ലിക്കേറ്റഡായുള്ള സാധനം കണ്ട് പിറുപിറുക്കാൻ മാത്രമേ നമുക്കറിയൂ. ദൈവ കർത്താവാകുന്ന നെയ്ത്തുകാരന് അവനൊരു പാറ്റേൺ ഉണ്ട്, അവനൊരു ആത്യന്തികമായി കൊണ്ടുവരാൻ പോകുന്ന ചില ഡിസൈനുകളുണ്ട്. ഇത് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, മക്കളെ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എനിക്ക് ചില പ്ലാനുകളുണ്ട്. യിരെമ്യാവ് 29:11 പറയുന്നു, ശുഭകരമായ ഒരു ഭാവി തരുവാൻ തക്കവണ്ണം എനിക്കറിയാം നിന്നെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം. തിന്മയ്ക്കായി ഒരു പ്ലാനും എനിക്കില്ല, അത് നന്മയ്ക്കത്രയാകുന്നു. Oh, thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാവരുടെയും സ്പിരിച്വൽ ബാറ്ററികൾ ഇന്ന് ഫുൾ ചാർജ് ആക്കുവാൻ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചിരിക്കുന്നു. ചാർജ് യുവർ ബാറ്ററീസ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. ഒന്ന്, സാഹചര്യങ്ങൾ വിശ്വാസത്തെ തകർക്കാൻ വിവിധ രീതിയിലുള്ള കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, സാഹചര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ പോലെ, പിടിവിട്ടു പോകുന്നത് പോലെ പലതും ജീവിതത്തിൽ വന്ന് അടിച്ച് ശിഷ്യന്മാർ കയറിയിരുന്ന തോണി, വഞ്ചി, അവിടെ പറഞ്ഞിരിക്കുന്നത് the boat was battered, tossed here and there. എടുത്തിട്ടടിക്കുക തിരമാലകൾ. കൺട്രോൾ പോയി. പക്ഷെ കൺട്രോളർ അകത്തുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചരട് വലിക്കാൻ കഴിയുന്ന ആൾ അകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തേതാണ് സംശയങ്ങൾ. സംശയം വരാം. ഇതിനെ പറയുന്നതാണ് ആന്തരിക യുദ്ധം, ഇന്നർ കോൺഫ്ലിക്റ്റ്, ഇന്റേണൽ ബാറ്റിൽ. അകത്ത് പ്രശ്നം നടക്കും. ഇത് പുറത്തുനിന്നുള്ള അടി മാത്രമല്ല, വിശ്വാസത്തിനെതിരെ അകത്ത് കോൺഫ്ലിക്റ്റുകൾ നടക്കും. യാക്കോബിൻ്റെ ലേഖനം 1:6 എതിരിക്കുന്നത്, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഡബിൾ മൈൻഡഡ് ആയാൽ, ഇരുമനസ് വന്നാൽ ഇങ്ങനെ ഉലയുന്നത് പോലെ ആയിത്തീരും. ഞാൻ നേരത്തെ പറഞ്ഞു, സംശയിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവിശ്വസിക്കാതിരുന്നാൽ മതി. അവിശ്വാസവും സംശയവും രണ്ടും രണ്ടാണ്. എന്താണ് അവിശ്വാസം? അവിശ്വാസം എന്ന് പറയുന്നത്, അൺബിലീഫ് ഈസ് എ സെറ്റിൽഡ് ഡിസിഷൻ ടു റിജക്റ്റ് ഗോഡ്. അവിശ്വാസം അകത്ത് വരുമ്പോൾ നമ്മളൊരു കാര്യത്തിൽ സെറ്റിൽ ചെയ്തു. എന്താണത്? ദൈവത്തെ അവിശ്വസിക്കാൻ, ദൈവത്തെ തള്ളിക്കളയാൻ അകത്ത് തീരുമാനമായി, സെറ്റിലായി. അതാണ് അവിശ്വാസം. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവിശ്വാസമുള്ള ഡാഷ് ഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്. ആരെങ്കിലും ഒന്ന് പൂരിപ്പിച്ചതാ? ദുഷ്ടഹൃദയം. അവിശ്വാസമുള്ള ഹൃദയത്തിൻ്റെ ചെല്ലപ്പേരെന്താണ്? ദുഷ്ടഹൃദയം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്. എന്നാൽ സംശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിരാകരിക്കാൻ, ത്യജിക്കാൻ, നിരസിക്കാൻ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ, സംശയം എന്ന് പറയുന്നത് ഡൗട്ട് ഈസ് എ സ്ട്രഗ്ലിംഗ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ someone who still wants to believe. വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അകത്ത് ചില കോൺഫ്ലിക്റ്റുകൾ. ഇതെന്തുകൊണ്ടിങ്ങനെ? ചോദ്യങ്ങൾ. ഇതാണ് സംശയം. ചോദ്യങ്ങൾ ചോദിച്ചാൽ കർത്താവിന് മുഷിച്ചിലുണ്ടാവില്ല. God will never become irritated if you ask questions. പക്ഷെ അവിശ്വസിച്ച കർത്താവിന് ദോഷമോ? ചോദ്യം ചോദിക്കുക. സംശയങ്ങൾ തീർക്കാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ഒന്ന് പറഞ്ഞു തരണേ,
ഇതെന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ തലച്ചോറ് ഇത്രയേ ഉള്ളൂ. കർത്താവ് എന്താണ് ഒന്ന് പറഞ്ഞത്, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ചോദിക്കാം, അങ്ങനെ ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് അവൻ നമ്മുടെ ഗുരുവായി മാറുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് നിങ്ങളെന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒരു സഹകരണമില്ലാത്തതുപോലെ. നിസ്സഹകരണ പ്രസ്ഥാനം അത് ഗാന്ധിജി തുടങ്ങി വെച്ചതാണ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. അതിവിടെ വേണമെന്നില്ല. God is not offended by your struggles. നിങ്ങളകത്ത് ചില ഭയങ്കരമായ സംശയങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഇടർച്ചയൊന്നുമില്ല, നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. കാരണം ദൈവത്തിനറിയാം നിങ്ങളുടെ 6 വയസ്സുള്ള കുഞ്ഞിന് നിങ്ങളിന്ന് ചിന്തിക്കുന്ന പ്രോജക്റ്റ് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അവൻ എനിക്കൊരു ഐസ്ക്രീം താ, അവൻ ഐസ്ക്രീം മതി, അവൻ ഐസ്ക്രീം ലെവലിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ മതിൽ പൊളിഞ്ഞിട്ട് മതിൽ രണ്ടാമത് കെട്ടാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ കുഞ്ഞിന് ഈ പ്രോജക്റ്റൊക്കെ മനസ്സിലാവണമെന്ന്. മനസ്സിലാവില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ലെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് കർത്താവിന് മുഷിച്ചിലൊന്നുമില്ല. അതുകൊണ്ട് ഡെയിലി പോയി പാദപീഠത്തിലിരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഹല്ലേലൂയ. ഈ നിങ്ങളൊരു കഥ കേട്ട് കാണും, സംഭവിച്ചാണല്ലോ എന്നൊന്നും എന്നോട് ചോദിക്കരുതൊരു മുത്തശ്ശൻ പേരക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് സണ്ണിന് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, എല്ലാവരുടെ അകത്ത് 2 വൂൾസ് ഉണ്ട്, ചെന്നായ്ക്കളുണ്ട്. അത് തമ്മിൽ എന്നും യുദ്ധമാണ്. അപ്പോൾ പേരക്കുട്ടി ചോദിച്ചു, ഏത് ചെന്നായി ജയിക്കുമെന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു, ദ വൺ യു ഫീഡ്. ഏത് ചെന്നായിക്ക് തീറ്റ കൊടുക്കുമോ അത് ജയിക്കുമെന്ന് പറഞ്ഞു. ഈ 2 ചെന്നായ്ക്കൾ ഇങ്ങനെ സങ്കല്പിക്കുക, ഒന്ന് വിശ്വാസം, ധൈര്യം, പ്രത്യാശ, അതാണെന്ന് വിശ്വസിക്കുക. മറ്റേ ചെന്നായ എന്ന് പറയുന്നത് സംശയം, വെറുപ്പ്, അധൈര്യം, ഭയം, ഇതൊക്കെയാണെന്ന് വിശ്വസിക്കുക. ഏതിന് തീറ്റ കൊടുക്കുമോ അത് ജയിക്കും. എല്ലാവരുടെ അകത്ത് ഈ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, ദൈവത്തിൻ്റെ വചനം എടുത്തു വെച്ച് എല്ലാ ദിവസവും കൃത്യതയോടെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫെയ്ത്തിനെ അതെന്ത് ചെയ്യുന്നോണ്ടിരിക്കുക, തീറ്റ കൊടുത്ത് അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിനെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഞായറാഴ്ചയും സാഹചര്യം ഉണ്ടെങ്കിലും ഇല്ലേലും, ഗസ്റ്റ് വന്നാലും ഇല്ലേലും, അടിയന്തരങ്ങൾ നിരന്ന് ഒരു ദിവസം ഇന്നും 4 കല്യാണം കൂടാനുണ്ട്, ആ 4 കല്യാണം ക്യാൻസൽഡ്, ഞാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ഫെയ്ത്തിനെ വളർത്തിയെടുക്കുകയാണ്. ഫെലോഷിപ്പിലേക്ക് വരുമ്പോൾ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ അനേക ഞായറാഴ്ചകളായി കൂട്ടായ്മ കട്ട് ചെയ്യുകയും വചനം വായിക്കാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും പാഠം പാടാതിരിക്കുകയും ആരാധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സംശയത്തിന് തീറ്റ കൊടുക്കുക. അത് വളർന്ന് വളർന്ന് അത് ജയിക്കും. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഹല്ലേലൂയ. മൂന്നാമത്തേത് വിയറിനെസ്. വിയറിനെസ് എന്താണ്? തളർച്ച, മന്ദഗതിയിൽ ജീർണിച്ച് പോവുക, സ്ലോ ഇറോഷൻ എന്നാണ് അതിൻ്റെ പറയുന്നത്. ഗലാത്യ ലേഖനം 6:9 വായിച്ചേ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. മടുപ്പ്, തളർച്ച, ക്ഷീണിച്ചു പോവുക. ചില സമയത്ത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഭീകരമായ ചില സംഭവങ്ങൾ വരുമ്പോൾ അല്ല. ഒരു മരണം നടക്കുകയോ കച്ചവടത്തിൽ നഷ്ടം വരികയോ ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളിലോ ജീവിത തകർച്ചയിലോ അല്ല വിശ്വാസം നഷ്ടപ്പെടുന്നത്. ദിവസം തോറും പതുക്കെ നാം പോലും അറിയാതെ ഒരു പ്രത്യേക മടുപ്പ്, ഒരു പ്രത്യേക ക്ഷീണം ഇങ്ങനെ വന്ന് ഓവർ എ പീരീഡ് ഓഫ് ടൈം, സമയമെടുത്ത് പതുക്കെ ഫെയ്ത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴത്തോട്ട് വന്ന് പിന്നെ വരുന്നുണ്ട്, പോകുന്നുണ്ട്,
പക്ഷേ ഈ വെളിപ്പാട് പുസ്തകത്തിലൊരു സഭയെക്കുറിച്ച് പറയുന്നത് പോലെ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ ചത്തതാ എന്ന പരുവത്തിലേക്ക് നമ്മൾ മാറും. പ്രൈസ്തലോടുണ്ടോ? സ്വതന്ത്രമുണ്ടോ? ഇത്തിരി കൂടിയിട്ടേ ഉള്ളൂ. നോട്ട്സും ഉണ്ട്. പക്ഷെ അകത്തെന്തില്ല, ഉള്ളിൽ ക്ഷീണിച്ചു പോയി. പലതും കണ്ടും കേട്ടും. ഉദാഹരണത്തിന് കുറേ നാളായിട്ട് ഈ സാധാരണ എല്ലാവർക്കും പൊതുവേ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഡെയിലി ഉണ്ടല്ലോ. അതിങ്ങനെ അടിച്ചടിച്ച്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വിഷയത്തിന് ഇതുവരെ മറുപടിയില്ല. 8 മാസമൊക്കെ പ്രാർത്ഥിച്ചു നോക്കി. 9-ാം മാസമായപ്പോൾ പതുക്കെ സുല്ലിടാൻ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ നിർത്തി. ഇനി വിശ്വസിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുന്നു. വാഗ്ദത്തങ്ങൾ നിറവേറുന്നില്ല. അകത്ത് ചില വേദനകൾ മാറുന്നില്ല. നിരാശകൾ വിട്ടുപോകുന്നില്ല. അങ്ങനെ പതുക്കെ 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 ഇതാണ് പല വിശ്വാസികൾക്ക് സംഭവിക്കുന്നത്. ആദ്യ സ്നേഹം നഷ്ടമായി പോകുന്നു. ആദ്യ പ്രവൃത്തിയിൽ നിന്ന് താഴെ പോകുന്നു. ആ തീഷ്ണത നഷ്ടപ്പെട്ടു. തീയില്ല. വിളിക്കുന്ന എത്ര പേർക്ക് തീയുണ്ട്? കോൺഫറൻസ് കൂടിയിട്ടാണോ തീരുമാനിക്കുന്നത് തീ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്? കൈ ഉയർത്താൻ പലർക്കും പറ്റുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാം എന്നേ പോയതാ തീ. കൊറോണയുടെ സമയത്ത് പോയ തീയാണ്. ഇതുവരെ പിന്നെ കത്തിക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞ് ഇന്ന് കത്തിക്ക, നാളേക്ക് വെക്കല്ലേ, ഇന്ന് കത്തിക്ക. ഹല്ലേലൂയ. നമ്പർ 3, ബി എക്വിപ്ഡ് ടു സ്റ്റാൻഡ്. മൂന്നാമത്തേത് ഒന്ന് വായിച്ചേ. ഉറച്ചു നിൽക്കാൻ സജ്ജരായിരിക്കും. ഉറച്ചു നിൽക്കാൻ നമുക്കൊരു തയ്യാറെടുപ്പ് വേണം. ഇവിടെ ഒന്ന് നോക്കി. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 17 വരെ വായിക്കുമ്പോൾ അറിയാം, സർവായുധവർഗത്തിൻ്റെ ഭാഗമാണ്. ഈ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. എന്നാൽ അതിലെ 3 ആയുധങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് പിടിച്ചേ. 3 ആയുധങ്ങൾ. 1, ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യം എന്ന അരക്കച്ച. പറഞ്ഞേ, സത്യം എന്ന അരക്കച്ച. 2, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പരിച. പറഞ്ഞേ, വിശ്വാസത്തിന്റെ പരിച. 3-ാമത്തേത് ദ സോർഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വാള്. ഇത് 3ഉം വളരെ അത്യാവശ്യമാണ്. എന്തിന്? ഉറച്ചു നിൽക്കേണ്ടതിന് ഈ 3 ആയുധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 3 മാത്രം ഞാനിവിടെ പറയുന്നുള്ളൂ. അവിടെ 5-8 കിടപ്പുണ്ട്. 1-ാമത്തേത് നോക്കാം. ബെൽറ്റ് ഓഫ് ട്രൂത്ത് എന്ന് വെച്ചാൽ നോ വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് അറിയുക. പറഞ്ഞേ, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവെന്ന് അറിയുക. ഞാൻ ചോദിക്കുക, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് വെച്ചാൽ കൃത്യമായി നമ്മുടെ അകത്ത് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ള അറിവ് ഉണ്ടായിരിക്കണം. പൗലോസ് ഒരു സ്ഥലത്ത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. പേഴ്സണലി അറിയാം എനിക്ക് ആളെ. ഹലോ, എനിക്ക് പേഴ്സണലി അറിയാമെന്ന്. നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ എൻ്റെ മുമ്പിൽ വന്ന്, ശൗലേ ശൗലേ നീ ആരെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ നേരിട്ട് കണ്ടയാളാണ്. എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന്. ആ ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ സത്യത്തിൻ്റെ അരക്കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ. റോമൻ പടയാളികൾ അന്ന് ധരിച്ചിരുന്ന, റോമൻ പട്ടാളക്കാരൻ അന്ന് ധരിച്ചിരുന്ന ആയുധവർഗത്തെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. റോമൻ പടയാളികൾ വെച്ചിരുന്ന ഹെൽമറ്റ് അവരുടെ നെഞ്ചിൽ വെച്ചിട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ ആ ഇമേജുകൾ കിട്ടും. അന്നത്തെ റോമൻ പടയാളികളുടെ 1-ാം നൂറ്റാണ്ടിലേക്കുള്ള റോമൻ പടയാളികളുടെ ഇമേജ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. നോക്കുക. ഇത് മാർക്കവചം, ചെരുപ്പ്, ഇങ്ങനെയുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. വാൾ തുടങ്ങിയ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്? ബെൽറ്റ്. ബെൽറ്റിൻ്റെ പ്രത്യേകത ഇത് മൊത്തം ടൈറ്റാക്കി നിർത്തുന്നത് എന്താണ്? ബെൽറ്റാണ്. ബാക്കി എന്തുണ്ടെങ്കിലും അതിനെല്ലാം കൂടെ പിടിച്ചു നിർത്തുന്ന സാധനമാണ് അരക്കച്ച അല്ലെങ്കിൽ ബെൽറ്റ്. ഇതഴിഞ്ഞു പോയി എല്ലാം കൂടി പോവും. ഹലോ, ഇത് പോയി എല്ലാം പോവും. അതിനെല്ലാത്തിനും അതെന്താണത്? സത്യം എന്ന അരക്കച്ച. പറഞ്ഞേ, ചോദ്യം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, തലമണ്ടയ്ക്കകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം നുണയുണ്ട്, അസത്യമുണ്ട്? ചിന്തിച്ചു നോക്കുക. കർത്താവ് പറഞ്ഞു, നിന്റെ വചനം സത്യമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 17. യോഹന്നാൻ 14:6 പറയുന്ന വഴിയും സത്യവും
ജീവൻ ഞാനാകുന്നു. യേശുവാണ് സത്യം. എത്രത്തോളം സത്യം അകത്തുണ്ട് അത്രത്തോളം പിടുത്തം കിട്ടും ലൈഫിൽ. മനസ്സിലായോ? വി ആർ ഗേർഡിങ് അവർ ലോയിൻസ് വിത്ത് ദിസ് ബെൽറ്റ് എന്ന് വെച്ചാൽ ഉറപ്പിച്ച് നിർത്തുന്നത് ഈ അരക്കച്ചയാണ്. മനുഷ്യൻ്റെ ഒരു രീതി ഞാൻ പറയാം. കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും, സത്യം പറഞ്ഞാൽ ഒന്ന് സംശയിക്കും, ഇത് സത്യമാണോ. കള്ളം പറഞ്ഞാൽ അപ്പടി വിശ്വസിക്കും. അതുകൊണ്ടല്ലേ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന സകലം വെച്ചിട്ട് ഓർഡർ ഇട്ടിട്ട് എല്ലാവരും കാശ് പോകുന്നു. എന്ത് പറഞ്ഞാലും അപ്പോൾ വിശ്വസിക്കും. കള്ളം വേഗത്തിൽ വിശ്വസിക്കാനുള്ള ട്രെൻഡ് നമുക്കുണ്ട്. അത് എവിടെ തുടങ്ങിയാണെന്നറിയോ? നമ്മുടെ അമ്മച്ചി തുടങ്ങിയതാണ്. ഏതും തോട്ടത്തിൽ ഒരാൾ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടൊരു ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി ഇത് വിശ്വസിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടി വീട്ടിൽ വരുന്ന ഒരാളെയും ആണുങ്ങളില്ലാത്തപ്പോൾ സ്ത്രീകൾ വീട്ടിൽ കയറ്റരുത്. തെറ്റിപ്പോയി, സോറി, ഞാൻ വിട്ടു. കേട്ടായിരുന്നു എല്ലാവരും. ആണുങ്ങളില്ലാത്ത സമയത്ത് കച്ചവടക്കാരെ ഒരു മാർക്കറ്റിങ്ങിനും വീടിനകത്ത് കയറ്റാതിരിക്കുക. അത് നിങ്ങൾക്കും കുടുംബത്തിനും നല്ലതാണ്. അത് അന്ന് തുടങ്ങിയതാണ്. മാർക്കറ്റിങ്ങിന് ഒരാൾ വന്നു, അത് വിശ്വസിച്ചു, എല്ലാം പോയി. എത്ര പേര് സ്വർണ്ണാഭരണങ്ങൾ പോയി, എത്ര പേര് എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഇതിന് കാരണം സൂത്രശാലിയായ പിശാച് അസത്യവുമായി വരും. അതിലേറ്റവും കുറുക്കാൻ സാധ്യതയുള്ളത് ഇന്നയാളെയാണെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. നമ്പർ 2, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പരിച. ഇതെന്തിനുള്ളതാണ്? ഇന്റർസെപ്റ്റ് ദി അറ്റാക്ക്, ആക്രമണത്തെ തടയുവാനുള്ളതാണ്. എന്ത്? ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. അന്നത്തെ ഷീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ ഇഡലിപ്പാത്രം ഉണ്ടല്ലോ, ഇഡലിപ്പാത്രത്തിൻ്റെ, ഞാനൊക്കെ പരിച കളിച്ചിട്ടുള്ള അതുകൊണ്ടാണ്. ഇഡലിപ്പാത്രം എടുത്തിട്ട് അതിനൊരു പിടിക്കുന്നൊരു പിടിയുണ്ട്, അതിങ്ങനെ പിടിച്ച ഷീൽഡായി. അങ്ങനെയാണ് ഞങ്ങൾ പണ്ട് കളിച്ചിരുന്നത്. അത് ഒരു ചപ്പാത്തി കോലും എടുത്തു കഴിഞ്ഞാൽ റെഡിയായി, യുദ്ധമായി. ഇങ്ങനെ അല്ലായിരുന്നു അന്നത്തെ പരിപാടി. ഇത് നോക്ക്, ഇതുപോലെ വലിയ ഏകദേശം ആളുടെ വലുപ്പം തന്നെ ഉണ്ടായിരിക്കും. എന്തിന്? ഷീൽഡിന്. ഏകദേശം ഒരു ഡോറിൻ്റെ കതക് അത്ര ഉണ്ടായിരിക്കും ഷീൽഡ്. ഫുൾ കവറാണ്. പക്ഷെ അവർ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്നവർ മൊത്തം, അതായത് യുദ്ധത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കാലാൾപ്പടയിലുള്ള എല്ലാവരും കൂടി എന്തു ചെയ്യും? അടുത്തടുത്ത് നിൽക്കുന്ന എല്ലാ ഷീൽഡുകളും കൂടി ലോക്ക് ചെയ്യും. ചിലപ്പോൾ മുകളിൻ്റെ ഇത് കണ്ടോ, മുകളിലും അങ്ങ് പിടിക്കും. പിന്നെ എവിടെയാ ഏത് അസ്ത്രം എവിടെ നിന്ന് വരുമെന്ന് പറ. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ വിശ്വാസത്തിൻ്റെ പരിചയം എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്താണ്? ഒരു പരിചയമാണ്. അറ്റാക്കുകളെ തടുക്കുന്ന ഒന്നാണ് വിശ്വാസം. അത് ഇത്രയും ഉള്ളെങ്കിൽ ഇവിടെ നിന്നൊക്കെ വരും, വലുതാണെങ്കിൽ ഫുൾ പ്രൊട്ടക്റ്റഡ് ആവും. പക്ഷേ ഇവർ ചെയ്യുന്ന, റോമൻ പടയാളികൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ലോക്കാക്കി കഴിയുമ്പോൾ അതൊരു മതിൽ പോലെയാവും. ഒരാളെയല്ല, സൈന്യത്തെ മുഴുവൻ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പരിധ ചേർത്ത് വെച്ചാൽ ഫുൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആവും. അത് നിന്റെ മാത്രം രക്ഷയല്ല, സഭ മൊത്തം ഈ പരിചയുടെ പിന്നിൽ. ഹല്ലേലൂയ. ഇതിനെയാണ് കോർപ്പറേറ്റ് ഫെയ്ത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഓരോരുത്തർ മാത്രം ഈ ഇതും പിടിച്ചുകൊണ്ട് നടന്നാൽ എവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടി കിട്ടും, ഇവിടെയൊക്കെ ചിലപ്പോൾ അസ്ത്രം കയറും. അതുകൊണ്ട് പറഞ്ഞ കൂട്ടം വിട്ട് നടക്കരുത്, കൂട്ടായ്മ വിട്ട് നടക്കരുത്. ഒരുമിച്ച് വിശ്വാസത്തിൽ നിന്നാൽ ഒരാളും നശിക്കില്ല. ഉത്സാഹിച്ചടിക്കുക. ഹല്ലേലൂയ. ഈ മൈഗ്രേറ്ററി ബേർഡ്സ് കണ്ടിട്ടുണ്ടോ? വി ഷേപ്പിൽ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. മുകളിലോട്ട് നോക്കിയാൽ മതി. മുകളിലോട്ട് നോക്കാറുണ്ടോ? മുകളിലോട്ട് നോക്കിയാൽ വി ഷേപ്പിൽ പക്ഷികൾ പറക്കുന്നത് കാണാം. ഇങ്ങനെ. എന്തിനങ്ങനെ പറക്കുന്നത്? ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ലീഡ് ചെയ്യുന്ന ബേർഡിനാണ് ഏറ്റവും കൂടുതൽ എയർ റെസിസ്റ്റൻസ്. അതാണ് വിൻഡ് കട്ട് ചെയ്യുന്നത്. നല്ല സ്റ്റാമിനുള്ളതിനെ ഫ്രണ്ടിൽ നിർത്തുള്ളൂ. അതൊക്കെ അവർക്ക് തമ്മിൽ എല്ലാം അറിയാം, ആരാണ് സ്ട്രോങ് എന്നറിയാം. ഏറ്റവും ഫ്രണ്ടിൽ അത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെല്ലാം ആ വിൻഡിൻ്റെ ആദ്യത്തെ കട്ടിങ് ഉള്ളത്, എൻ്റെ ആ
അതിനകത്തൂടെ ഒരു 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 വിൻഡിലൊരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു വിൻഡോ ഉണ്ട്, അതിലൂടെയാണ് ഈ പോകുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒറ്റയ്ക്ക് ഒരു ബേർഡ് പറക്കുന്നതിനേക്കാൾ വി ഷേപ്പിൽ ഒരു ഫോമേഷനിൽ പറന്നാൽ 71% കൂടുതൽ ദൂരം പിന്നിടാൻ കഴിയും. 71%. ഇത് ശാസ്ത്രജ്ഞന്മാർ പക്ഷികളിൽ നിന്നും പഠിച്ച പാഠമാണ്. മനുഷ്യൻ്റെ അത്രയും ബുദ്ധിയൊന്നും അതിനില്ല, പക്ഷെ അതിൽ നിന്നും പഠിച്ച പാഠമാണ്. സഭ പോകേണ്ടത് ഇങ്ങനൊരു ഫോമേഷനിലാണ്. ഇനി കേട്ടോ, കുറേ കഴിയുമ്പോൾ ഈ ഏറ്റവും ഹെഡ് ഷിപ്പെടുത്തിരിക്കുന്ന ആ പക്ഷി ഒന്ന് തളർന്നെന്നിരിക്കട്ടെ, ഉടൻ തന്നെ അടുത്ത സ്ട്രോങ് ആയിട്ടുള്ളതിൻ്റെ നേരെ അവിടെ കയറിയിട്ട് ഇതിനൊരല്പം റെസ്റ്റ് ആവശ്യമാണെങ്കിൽ അത് ബാക്കിലേക്ക് മാറുക മാത്രമല്ല, 2 പക്ഷികൾ കൂടെ അതിനോടൊപ്പം പറന്ന് ഒരു ബ്രേക്ക് എടുത്ത് അവിടെ റെസ്റ്റ് ചെയ്യിപ്പിച്ച ശേഷം അത് തിരികെ ജോയിൻ ചെയ്യും. സ്ലോവാ എന്നാലും കുഴപ്പമില്ല, മനസ്സിലായാൽ മതി. ഇതാണ് കൂട്ടായ്മയുടെ ബ്യൂട്ടി. ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ ചില കൂട്ടു സഹോദരങ്ങൾ ഒന്നുകൂടെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ, ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ, ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ, ഒരു പരമപിതാവിന് പാടിക്കൊടുക്കാൻ, അടുത്ത പ്രാവശ്യം ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. കൂട്ടായ്മയിൽ നിന്നാൽ നിനക്ക് കൂട്ടുകാരുണ്ടാവും. ഒറ്റയ്ക്ക് പറന്നാൽ ഒരു പക്ഷേ ഇതാണ്, ഒന്ന് കണ്ടേക്ക്. ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ഇരണ്ടാന്ന് എന്നൊക്കെ പറയുന്ന പക്ഷികൾ അല്ലേ, ഗൂസ്, ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നു. ഇത് തളർന്നാൽ ഇത് പെട്ടെന്ന് ബ്രേക്ക് എടുത്ത് പുറകിലേക്ക് പോകും. 2 പക്ഷികൾ കൂടെ ചേർന്ന് അതിനെ എൻകറേജ് ചെയ്യും. പഠിക്കും മക്കളെ ഇതൊക്കെ. ഈ പക്ഷികൾ നോക്കിയെങ്കിലും നമ്മളിതൊക്കെ പഠിക്കണ്ടേ? അടുത്ത ആളെ തോണ്ടി വിളിച്ചിട്ട് പറയാം, കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ പറയട്ടെ, കൂട്ടായ്മ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. ഏകനായി മുന്തിരിച്ചക്ക ചവിട്ടി എന്ന് പറയുന്ന യേശു പോലും ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് പോയില്ല. പ്രാർത്ഥിക്കാൻ ഒരു ടീമിനെ കൊണ്ടുപോയി. അവർ പ്രാർത്ഥിച്ചില്ല, അത് വേറെ കാര്യം. യേശു പോലും തനിക്ക് കൂട്ടും കൂട്ടായ്മയും ആവശ്യമാണെന്ന് വിശ്വസിച്ചെങ്കിൽ എന്തിനാ യേശുവിനേക്കാൾ വലിയ ആളാകുന്നത്? ഞാൻ ജീവിച്ചോളാം, ഞാൻ വീട്ടിൽ നിന്ന് കണ്ടോളാം, ഞാൻ ഓൺലൈൻ കൂടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറച്ച് കഴിഞ്ഞതിൻ്റെ പൊടി പോലും ഉണ്ടാവല്ലോ വിശ്വാസത്തിൽ. ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പാസ്റ്ററായി പോയില്ലേ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ, ഞാൻ പറയും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൂടുതൽ പറയും. അപ്പോൾ ഞാൻ കുറച്ച് പറയണം അല്ലേ? അതൊന്നും നടപ്പില്ല. നമ്പർ 4, ദ ഹിസ്റ്ററി ഓഫ് ഫെയ്ത്ത്. ഇനിയാണ് കാര്യത്തിലോട്ട് കയറാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ ചരിത്രം. അതൊന്നും എല്ലാവരും പറഞ്ഞേ. വിശ്വാസത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. നിങ്ങളെല്ലാം ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നത്. ഇതിനു മുമ്പ് അനേക തലമുറകളുടെ ചരിത്രം കിടപ്പുണ്ട്. അത് നമുക്കൊരു സ്ട്രെങ്ത് ആണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ മാത്രമല്ല, വിശ്വാസത്തിൽ അനേകരുടെ ചരിത്രം കിടപ്പുണ്ട്. വിശ്വാസ വീരന്മാരുടെ ചരിത്രം തന്നെ കിടപ്പുണ്ട്. എബ്രായലേഖനം 12:1 ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം. അതാണ് 11-ാം അധ്യായത്തിൽ കിടക്കുന്നത്. വലിയൊരു ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് ഉണ്ട്. അതിൽ ആദ്യം മുതൽ ഇങ്ങനെ ഓരോരുത്തരെക്കുറിച്ച് ഹനോക്ക് തുടങ്ങി എല്ലാവരെയും പറഞ്ഞു അല്ലേ, അബ്രഹാമിൻ്റെ കാര്യം, ഇസഹാക്കിൻ്റെ കാര്യം, അതിനു മുമ്പ് നോഹയുടെ കാര്യം, എല്ലാം ഏകദേശം ഒരു കാലഘട്ടം അനുസരിച്ചൊക്കെ ചരിത്രത്തിലെല്ലാം പറഞ്ഞു വന്ന ശേഷം അവസാനം 33 മുതൽ 38 വരെയുള്ള ഭാഗം വരുമ്പോൾ ഒരു സംഭവമുണ്ട് അതിനകത്ത്. ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്ന് എൻ്റെ ഇവിടെ വെളിച്ചമുണ്ടായത്. 2 കാറ്റഗറിയിലുള്ള വിശ്വാസികളെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ജയാളികൾ. 33-ാമത്തെ വചനം മുതൽ 35-ൻ്റെ എ പാർട്ട് വരെ എന്താണ് പറഞ്ഞ? ജയാളികളായി, വിശ്വാസത്തിൽ നിന്ന് ഭയങ്കര അത്ഭുതങ്ങൾ കണ്ട് വീരശൂരപരാക്രമികളായി എണ്ണപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഇവിടെ ഉള്ളത്. വായിച്ച വിശ്വാസത്തിൽ അവർ രാജ്യങ്ങൾ, കിങ്ഡംസിനെ പിടിച്ചെടുത്തു. വിശ്വാസത്താൽ നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ്ക്ക് സിപ്പിട്ടു. ആര്? ചിലര് വിശ്വാസത്താൽ. ഒരു ഉദാഹരണം പറ.
ഡാനിയേൽ. ശരിയാണ് ഈ പറയുന്നത്. അതൊക്കെ ഭയങ്കര സാക്ഷ്യമല്ലേ? ഇത് കേട്ടാൽ നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് വരും. അടുത്തത് തീയുടെ ബലം കെടുത്തി. തീയുടെ ബലം കെടുത്തു. അതാരാണ്? ഹെബ്രായ ബാലന്മാർ. അവരിട്ടു, തീക്ക് ശക്തിയില്ലാതായിപ്പോയി. ഇതൊക്കെ വിശ്വാസത്താൽ നടന്നതാണ്. വാളിൻ്റെ വായ്ക്ക് തെറ്റി വാള് കൊണ്ട് വെട്ടിയെങ്കിൽ ഇവരൊന്നും മരിച്ചില്ല. അവരെ കർത്താവ് ഓടിച്ചു. പിന്നെ ബലഹീനത്തിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. ഏലിയാവിൻ്റെ, ഏലീശയുടെ ഒക്കെ ശുശ്രൂഷയിൽ സ്ത്രീകൾക്ക് മരിച്ചു പോയവരെ തിരിച്ചു കിട്ടി. പിന്നെ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അപ്പോൾ അത് കറക്റ്റല്ല. 35A വരെയാണ് ആ ഭാഗത്തുള്ളത്. ഇനി അടുത്തൊരു കാറ്റഗറി അതിന് ശേഷം പറയുന്നുണ്ട്. അതൊന്ന് നോക്ക്. കഷ്ടത സഹിച്ച വേറൊരു കൂട്ടർ. അതിൻ്റെ തന്നെ തുടർച്ചയാണ്. ആദ്യത്തെ എന്താണ്? ദ വിക്ടോറിയസ്. രണ്ടാമത്തെ എന്താണ്? ദ സഫറിങ്. 35 B പാർട്ട് മുതൽ മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അവർ നേരത്തെ വായിച്ചതിൻ്റെ ഏറ്റവും അവസാന ഭാഗം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ കല്ലേറേറ്റു, ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്നിട്ട് പറയുന്നത് അവരെല്ലാവരും വിശ്വാസത്തിൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവൃത്തി കിട്ടിയുമില്ല. ഈ കൂട്ടര്, ഇത് രണ്ടാം കൂട്ടരാണ്. ഇവിടെ ഉണ്ടോ? ഹലോ, ഈ കൂട്ടരുടെ പ്രത്യേകത എന്താണ്? ഈ കൂട്ടർക്ക് മൊത്തം പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈർച്ച വാളാൽ കൊല്ലപ്പെട്ടു. ആരാണ് കക്ഷി എന്നറിയാമോ? യേശയ്യാവ് എന്ന പ്രവാചകൻ ഏറ്റവും കൂടുതൽ മശിഹയെക്കുറിച്ച് പ്രവചിച്ച 66 അധ്യായങ്ങളിലായി വരാനിരിക്കുന്ന നിത്യതയിലെ പുതിയ ഭൂമിയും പുതിയ ആകാശം വരെ പ്രവചിച്ച ആ മനുഷ്യനെ എങ്ങനെയാ കൊന്നതെന്നറിയാമോ? ഒരു രാജാവ്, മനാശേന്ന് എന്ന് പറഞ്ഞൊരു ദുഷ്ടനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ചെയ്തത് ഒരു വലിയ മരത്തിൻ്റെ തടിയെടുത്ത് അതിൻ്റെ ഉള്ളു മുഴുവൻ തുരന്ന്, നമ്മുടെ PWD ഒക്കെ ഒരു പൈപ്പ് ഉണ്ടാക്കൂല, അതുപോലെ പൈപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ അഭിഷിക്തനായ പ്രവാചകനെ തള്ളിക്കയറ്റി. എന്നിട്ട് വാളുകൊണ്ട്, മരമറക്കുന്ന വാളുകൊണ്ട് അതിനെ രണ്ടായിട്ട് കീറി മുറിച്ചു. മരത്തോടൊപ്പം പ്രവാചകനും 2 പീസായി. അതാണ് ഈർച്ച വാളാൽ കൊല്ലപ്പെട്ടു. ഇവർ സൂപ്പർ നാച്ചുറൽ കണ്ടില്ല. ഒരു ദൂതനിറങ്ങി അവരെ വിടുവിച്ചില്ല. കഷ്ടത, മരണം, ഉപദ്രവം, നഗ്നത, ഇതിലൂടെ എല്ലാം അവർ പോയി. പക്ഷേ അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. മരണം നേരെ കണ്ടിട്ടും അവർ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇവിടെ നോക്ക്. ആദ്യത്തെ കൂട്ടർ സൂര്യനെയും ചന്ദ്രനെയൊക്കെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയവരാണ്. വലിയ അത്ഭുതങ്ങൾ കണ്ടു, സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ കണ്ടു. അതാണ് ജയാളികളുടെ കൂട്ടം. അവർ വിശ്വാസവീരന്മാരാണ്, എല്ലാവരും സമ്മതിക്കും. രണ്ടാമത്തെ കൂട്ടർ അവർ പ്രാർത്ഥിച്ചിട്ടും വിശ്വാസത്തിന് വേണ്ടി നിന്നിട്ടും കഷ്ടതയല്ലാതെ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. പക്ഷേ അവരും വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇനിയാണ് ഞാൻ ദൂത് പറയാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ചിലർ വലിയ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഒത്തിരി പേര് കേട്ട സാക്ഷ്യങ്ങളാണ്. എന്നാൽ ചിലർക്ക് ഇന്നും ഒരു വിടുതൽ വന്നില്ല. വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തല്ലായിരിക്കും കിട്ടുന്നത്, പീഡനങ്ങളിലൂടെ പോകുന്ന കഷ്ടത മാത്രമേ ഉള്ളൂ. ഇതുവരൊരു ബ്രേക്ക് ത്രൂ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്രാർത്ഥനയിലുണ്ട്, ഇപ്പോഴും വിശ്വാസത്തിലുണ്ട്, ഇപ്പോഴും ബൈബിൾ വായിക്കുന്നു. നീയും വിശ്വാസവീരനാണ്. രണ്ടുപേർക്കും പ്രതിഫലമുണ്ട്. ചിലർക്ക് അങ്ങനെ സംഭവിക്കാം, ചിലർക്ക് ഇങ്ങനെ സംഭവിക്കാം. ഇതെല്ലാം എന്താണ്? വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നിന്റെ പേരും ഉണ്ടെന്ന് ഞാൻ ഇപ്പുറത്ത് പറയാം. നിന്റെ പേരും വിശ്വാസ വീരന്മാരുടെ, വീരമതികളുടെ പട്ടികയിലുണ്ട്. വലിയ ജമണ്ടൻ സാക്ഷി ഇവിടെ പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷെ ഇന്ന് വരെ കർത്താവിനെ തള്ളിപ്പറയാതെ നീ നിന്നെങ്കിൽ നീയും വിശ്വാസവീരനാണ്.
ഹലോ ഹലോ ഹലോ. ഇനി ഇടയ്ക്കൊന്ന് പറയാം, ചിലരുടെ ജീവിതം ഇത് രണ്ടിൻ്റെയും മിക്സ്ചറാണ്. ഇടയ്ക്കൊക്കെ ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട്. ചില വിഷയങ്ങൾക്ക് ഇപ്പോഴും വിടുതലില്ല ബ്രദറെ. പക്ഷെ ഇപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പാട്ട് പാടുന്നുണ്ടല്ലോ, കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയില്ലല്ലോ. നീയും വിശ്വാസവീരനാണ്, വീരമതിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഹൈബ്രിഡ് വേർഷൻ ആയാലും നീയും വിശ്വാസത്തിലാണ്. ഇത്രയും വലിയ പട്ടിക നിൽക്കുമ്പോഴാണ് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇനി നോക്ക്. ആരെ നോക്കണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഈ യേശുവിനെ നോക്കിക്കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിക്കോ. നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഫിനിഷിംഗ് ലൈനിൽ ഇങ്ങനെ ഒരാൾ നിൽപ്പുണ്ട്. ഓട് ഓട്, ആപ്പ് 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 പറഞ്ഞുകൊണ്ടൊരു വിശ്വാസവീരൻ നിൽപ്പുണ്ട്. വിശ്വാസത്തിന്റെ പൂർത്തീകരിക്കുന്നവൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഞ്ചാമത്തേതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദ റിവാർഡ് ഓഫ് ദോസ് ഹു സ്റ്റാൻഡ്. വീഴാതെ നിൽക്കുന്നവർക്കുള്ള പ്രതിഫലം. നിന്നാൽ എന്ത് കിട്ടും അതും കൂടി അറിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചാൽ മതി. വിശ്വാസത്തിൽ അവസാനം വരെ ഉറച്ചു നിന്നാൽ എന്ത് കിട്ടും? യാക്കോബ് 1:12 വായിക്കാമോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. എന്നാ കിട്ടും? ജീവകിരീടം. ശിഷ്യന്മാരിറങ്ങിയത് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. കിട്ടൂലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നിരാശയൊക്കെ ഉണ്ടായി. കുറേ പേര് പിന്മാറ്റത്തിലൊക്കെ പോയി. പക്ഷെ പിന്നീട് മനസ്സിലായി അതൊന്നുമല്ല കാര്യം. അത് പിന്നീടാണ്, ഇപ്പോഴല്ല. മന്ത്രിയാക്കും, കസേരയിൽ ഇരുത്തും, ഭരണമൊക്കെ കിട്ടും. അത് ഇപ്പോഴല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. അതവിടെ വെച്ച് പിതാവ് തൻ്റെ രാജ്യം തരുമ്പോൾ എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഇരിക്കും. അതിപ്പോഴല്ല, വരും കാലത്താണ്. ഇപ്പം ഇതിലൂടെ എല്ലാം പോകണം. പക്ഷേ കർത്താവ് ഒരു വാഗ്ദത്തം തന്നു. എല്ലാവർക്കും എന്ത് കിട്ടും? ജീവ കിരീടം ലഭിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ പോഡ്കാസ്റ്റ്, വെളിപാട് പുസ്തകത്തിലെ 7 സഭകളുടെ പോഡ്കാസ്റ്റിലെ 1-ാം ഭാഗം കണ്ടവർ ഒന്ന് കൈ ഉയർത്തി കാണിക്കാമോ? മൊത്തം കണ്ടോ? അത് തംബ്നെയിൽ കണ്ട കാര്യമാണോ പറയുന്നത്? ഉള്ളി കയറി കണ്ടായിരുന്നു. 2 മണിക്കൂറോളം ഉണ്ട്. US നിന്നൊരാൾ എനിക്ക് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ 2 മണിക്കൂർ ഫുള്ളിരുന്ന് കണ്ടു. ഇത് കാണണം. എന്തിനാണെന്നറിയാമോ? അവിടെ ഒരു സഭ, സ്മിർണ എന്ന് പറയുന്നൊരു സഭയുണ്ട്. ആ 7 പേരുകൾ ഒരുമിച്ച് ഓർക്കാൻ ഒരു അക്രോണിം ഞാനിവിടെ പറയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? ഉറക്കെ. ESP TSP L. എല്ലാവരും ഒന്ന് പറ. ESP TSP L. അപ്പോൾ ഒന്ന് അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞ്. എഫെസോസ്, സ്മിർണ, പെർഗമോസ്, TSP തുയഥൈര, സാർഡിസ്, ഫിലഡൽഫിയ, L ലവോദിക്യ. സിമ്പിൾ ടു റിമെമ്പർ. ആ ഓർഡറിലാണ് ഇതിങ്ങനെ റൗണ്ടിൽ കിടക്കുന്നത്. സ്മിർണയിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, നീ ഭയങ്കര കഷ്ടതയിലാണ്, 10 ദിവസം ഉണ്ടാവും, പേടിക്കണ്ട, അവസാനത്തോളം സഹിച്ചു നിന്നാൽ ജീവകിരീടം ഞാൻ തന്നേക്കാം. സ്മിർണയ്ക്ക് മാത്രമുള്ളൊരു വാഗ്ദത്തമാണ് അത്. നോ, ബ്ലെസ്സിങ് ടുഡേക്കുണ്ട്. നീ സഹിച്ചു നിന്നാൽ എന്ത് കിരീടം തരാൻ പോകുന്നത്? ഇവിടെ ബ്യൂട്ടി ക്വീനും ഒക്കെ ആയിട്ട് ഡയമണ്ടൊക്കെ വെച്ച കിരീടം, ചാവുന്ന സമയത്ത് ഈ ചത്ത തലയിൽ ഇത് വെക്കാൻ പറ്റും? അതാരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ഒരിക്കലും മാറാത്ത നിത്യജീവൻ്റെ കിരീടം നിന്റെ തലയിൽ വെക്കാൻ ഇന്ന് സഹിച്ചാൽ, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇന്ന് സഹിച്ചാൽ ഒരു വാഴ്ചയുണ്ട്. ഷോർട്ട് സൈറ്റഡ് ആയി പോകല്ലേ, ഹ്രസ്വദൃഷ്ടിയോടെ ഓടല്ലേ, ദീർഘദൃഷ്ടിയോട്. എനിക്ക് ഇവിടെ മാത്രം കാര്യം നടന്നാൽ പോരാ, അവിടെയും ചില കിരീടങ്ങൾ, അവിടെ ഒരു പാർപ്പിടം, അവിടെ പ്രതിഫലം. ഇങ്ങനൊരു കാഴ്ചപ്പാട് സകലർക്കും ഉണ്ടായിരിക്കണം. എന്നിട്ട്
എണ്ണി എണ്ണി സ്തുതിക്കാൻ ഒന്നുകൂടി ഒന്ന് പാടിയേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. മതി, ഒരു മിനിറ്റ്. ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ ഇങ്ങനെ കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഡാമിയൻ പാസ്റ്ററല്ല, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ക്രൂശ് ചുമന്ന കർത്താവിനെ ഓർക്കണം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്താണ് ഓർക്കേണ്ടത്? നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളല്ല ഓർക്കേണ്ടത്. വിശ്വാസത്തെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അപ്പൻ നല്ല സ്വത്ത് എനിക്ക് തന്നേനെ, അതെല്ലാം പോയല്ലോ എന്നല്ല പറയേണ്ടത്. ഏറ്റവും വലിയ സമ്പത്ത് സ്വർഗത്തിലെ പിതാവ് നിത്യസമ്പത്ത് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ അപ്പൻ തന്നില്ലേലും പോട്ടെ. സ്വത്തുക്കളുടെ അപഹാരം പോലും അവർ സന്തോഷത്തോടെ സഹിച്ചു. എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം എബ്രായ ലേഖനത്തിൽ എഴുതപ്പെട്ട എബ്രായ വിശ്വാസികൾ അന്ന് പോയ കഷ്ടതകൾക്ക് കൈയും കണക്കുമില്ല. ഒത്തിരി പേരുടെ സ്വത്ത് പോയി, ഒത്തിരി പേരുടെ കിടപ്പാടം പോയി, ഒത്തിരി പേരുടെ ജോലി പോയി, ശമ്പളമില്ല, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ പോയി. പക്ഷേ അവരോടാണ് എഴുതുന്നത്, ഇവനെ ധ്യാനിക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് ക്രൂശിനെ അലക്ഷ്യമാക്കി. ശവനെന്നിരിക്കുന്നത് പുൽക്കൂട്ടിലല്ല, തച്ചൻ്റെ ശാലയിലല്ല, അവരിന്ന് പിതാവിൻ്റെ വലത് ഭാഗത്തെ മഹത്വത്തിലിരിക്കും. അതാണ് നിൻ്റെയും ഡെസ്റ്റിനേഷൻ. എന്നെ ശുശ്രൂഷിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. പല വരമുണ്ട്, ഈ വരം നല്ലതല്ലേ? കർത്താവിന് വേണ്ടി ജീവശ്വാസമുള്ളതുവരെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹമുള്ളവർ വലതുകരം ഉയർത്തുക. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കണം. ആഗ്രഹമുള്ളവർ, തീരുമാനിക്കുന്നവർ ഇടത്തേ കരം കൊണ്ട് ഉയർത്തിപ്പിടിക്കും. എന്നോട് ചേർന്ന് പറ, കർത്താവേ, അങ്ങിലുള്ള വിശ്വാസത്തിൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാൻ നിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. വീഴാതെ വണ്ണം സൂക്ഷിച്ച് നിന്റെ മഹിമാ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ എന്നെയും നിർത്തണമേ. ആ കൈകൾ നേരെ നെഞ്ചിലോട്ട് വെച്ചിട്ട് ഒന്ന് തന്നെത്താനൊന്ന് പ്രാർത്ഥിച്ചു. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഓ എനിക്കായി കരുതുന്നവൻ. ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് യേശുവിനായി ഹൃദയം കൊടുത്തിട്ടില്ലാത്ത, ഇതിനു മുമ്പ് ഹൃദയം കൊടുത്തിട്ടില്ല, ഒരുപക്ഷെ ആദ്യമായി വന്നവരാകാം, ഓൺലൈനിൽ ആദ്യമായി കാണുന്നവരാകാം, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ വ്യക്തിപരമായി ഇന്നുവരെ യേശുവിനായി സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അവസരമല്ല, സുവർണാവസരം നിങ്ങൾക്ക് നൽകുകയാണ്. ഇവിടെയുള്ള ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ കരങ്ങളെ വെച്ച്. രക്ഷിക്കുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ രണ്ടാമതൊരു നാമമില്ല. യേശു എന്ന നാമത്തിൽ അത്രേ രക്ഷ. അതുകൊണ്ട് ഈ സമയത്ത് എന്നോട് ചേർന്ന് പറയും, യേശുവേ, എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി,
ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. മരണം വരെ യേശുവിനെ പിൻഗമിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങ് നൽകുന്ന കൃപയാലുള്ള നിത്യരക്ഷ ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങേയ്ക്കായി എൻ്റെ ഭാവിയും എന്നെ മുഴുവനായും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഈ സമയത്ത് കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിലും മറ്റു ബ്ലെസ്സിങ് സെൻറ്ററുകളിലൊക്കെ ഉള്ള രോഗികളായി ശരീരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ ജീസസ് ഇവിടെ ഉണ്ട്. സൗഖ്യമാക്കാൻ പുറപ്പാട് 15:26 പറയുന്നു, I am the Lord that healeth thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. വീഴ്ചയാൽ എവിടെയോ വീണു, അതിനാൽ നട്ടലിലോ അസ്ഥിയിലോ ഒക്കെ ഒരുപക്ഷെ കുറേ നാൾ മുമ്പായിരിക്കാം, പക്ഷെ ആ വീഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴും ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്ന ആരെയൊക്കെയോ ഇന്നത്തെ ആരാധനയിൽ കർത്താവ് സൗഖ്യമാക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ എവിടെയാണെങ്കിലും, ഓൺലൈനോ ഓഫ്ലൈനോ എവിടെയാണെങ്കിലും ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഒരു വീഴ്ച നിമിത്തം ശരീരത്തിൽ ഇപ്പോഴും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ്, ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ വീട്ടിൽ വീണതാകാം, ഒരു മോട്ടോർ ആക്സിഡൻ്റ് ആകാം, ബൈക്കിൽ നിന്ന് വീണതാകാം, വാട്ടെവർ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ആ ശരീരങ്ങളിൽ ഹീലിംഗ് പവർ ഇപ്പോൾ ഇറങ്ങട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഹീലിംഗ് ഇപ്പോൾ നടക്കട്ടെ. അതുപോലെ ചില ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ്, എക്സ്റ്റേണൽ ബ്ലീഡിങ്, അനാവശ്യമായ എല്ലാ രക്തസ്രവവും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിൽക്കട്ടെ. ഒരു വണ്ടി ബ്രേക്ക് ചവിട്ട് നിൽക്കുന്നത് പോലെ ഇപ്പോൾ അത് സ്റ്റോപ്പ് ആകട്ടെ ഇൻ ജീസസ് നെയിം. ഈ പ്രഷർ നോർമലാകാതെ സ്ട്രഗിൾ ചെയ്യുന്ന ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം, കൈ ഉയർത്തി പിടിക്കാം, സൗഖ്യത്തെ സ്വീകരിക്കാം. BP യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഒരുപക്ഷെ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തു പോകുന്നവരാകാം, പക്ഷേ പരിശുദ്ധാത്മാവിനാൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹിപ്പ് ജോയിൻറ്റ് ഇനി പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിക്കുക. ഇടുപ്പെല്ല് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ ഹാർട്ട് ഏറ്റവും ശക്തമായി ആരോഗ്യത്തോടെ മിടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവർക്കുണ്ടാകട്ടെ. ഞാൻ പ്രത്യേകിച്ച് എന്തോ ഒരു ഗൈഡൻസ് എനിക്ക് വരുന്ന ഈ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ്സിൽ ടേൺ ഓവർ കുറഞ്ഞു, ക്യാപിറ്റൽ ഇല്ല, കുറച്ചുകൂടി ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യായിരുന്നു, ഒരു പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാമായിരുന്നു, അങ്ങനെയൊക്കെ പല ആവശ്യങ്ങൾ, ബിസിനസ് ആവശ്യങ്ങൾ കൈ ഉയർത്തി പിടിക്കും. കർത്താവ് ഈ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ജൂൺ മാസം മുതൽ ഒരു വിശാലത ഉണ്ടാകട്ടെ. ഫണ്ട്സ് ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ സ്ട്രഗിൾ മാറട്ടെ. പത്രോസിൻ്റെ പടകിൽ കാൽ ചവിട്ട് നിന്ന് ബിസിനസ് നൽകിയ അതേ കർത്താവ് ഇവരുടെ ബിസിനസ്സിനകത്ത് കാൽ ചവിട്ടി അവരുടെ ഒരു സീനിയർ പാർട്ട്ണറായി നിന്നുകൊണ്ട് രാത്രി മുഴുവൻ എത്ര അധ്വാനിച്ചിട്ടും, കഴിഞ്ഞ നാളുകളിൽ, മാസങ്ങൾ, വർഷങ്ങളിൽ അധ്വാനിച്ചിട്ട് പലതും കാലിയായി ശൂന്യമായി കിടക്കുന്നതിനെ നിറയ്ക്കുന്ന യേശു കർത്താവിൻ്റെ കരം ഇപ്പോൾ ആ ബിസിനസ്സുകളിൽ ചലിക്കട്ടെ.